1947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ 600ഓളം നാട്ടുരാജ്യങ്ങളെ ചിഹ്നിച്ചതറി 1000ഓളം ഗോത്രങ്ങളും 10000ഓളം ഉപഗോത്രങ്ങളും 100ൽ പരം ഭാഷകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ ഇന്ത്യ എന്നൊരു രാജ്യമാക്കി മാറ്റിയത് ഈ രാജ്യത്തെ എല്ലാ മതസ്ഥരും കൂടെ ഒരുമിച്ച് നിന്നതിന്റെ ഫലമായിട്ടാണ്. ഈ രാജ്യം പല നൂറ്റാണ്ടുകാലം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരനെ ഈ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിച്ചു വിട്ടത് ഈ രാജ്യത്തെ ഹൈന്ദവൻ മാത്രമല്ല. ബ്രിട്ടീഷുകാരനെ ഈ രാജ്യത്തു നിന്ന് പറഞ്ഞുവിട്ട ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത് എല്ലാ മതസ്ഥരും കൂടിയാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ രാജ്യം എല്ലാവരുടേതുമാണ്. മഹാത്മാഗാന്ധി, ഒരു ഹൈന്ദവ മതവിശ്വാസിയായ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ തോളോട് തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് മൗലാന അബുൽ കലാം ആസാദ് എന്ന ഇസ്ലാമിക മതപണ്ഡിതനാണ്, കോൺഗ്രസിന്റെ നേതാവ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഭഗത് സിംഗ് സിഖ് മതവിശ്വാസിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച നേതാക്കന്മാരിൽ ഒരാളായ ദാദാഭായി നവറോജി പാഴ്സി മതവിശ്വാസിയാണ്. ഈ രാജ്യത്തെ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി ആനി ബസന്റ് ക്രിസ്തു മത വിശ്വാസിയായിരുന്നു. ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ, മതമില്ലാത്ത മനുഷ്യനാണ്. അങ്ങനെ ഈ രാജ്യത്തെ മതമില്ലാത്തവനും മതമുള്ളവനും പല മതത്തിൽപ്പെട്ടവരും ചേർന്ന് രൂപീകരിച്ച രാജ്യമായതുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തെ മതേതര രാജ്യമെന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മൾ. ഇപ്പോ കേരളത്തിലെമ്പാടും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പദയാത്രകളും സമ്മേളനങ്ങളും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുമായി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് കാവലായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന ബോധ്യത്തിലാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു ഓൺലൈൻ വാർത്ത വായിക്കുമ്പോൾ അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാ, തനീഷേട്ടാ, ഡിവൈഎഫ്ഐ ഈടത്തിന് കാവൽ നിൽക്കും. ഡിവൈഎഫ്ഐ ഈടത്തിന് കാവൽ നിൽക്കും. എനിക്ക് പെട്ടെന്ന് വാർത്ത വായിച്ചിട്ട് മനസ്സിലായില്ല എന്താ സംഭവം. ഞാനപ്പോ ആദ്യം ആലോചിച്ചത് ഇത് ഒന്നെങ്ങനെയാ മറ്റൊന്നിന് കാവൽ നിൽക്കുന്നത്, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ ഒന്നെങ്ങനെയാ മറ്റൊന്നിന് കാവൽ നിൽക്കുന്നത് ഞാൻ ആലോചിച്ചപ്പോ വാർത്ത എടുത്ത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഡിവൈഎഫ്ഐ ഈടം എന്ന് പറയുന്ന സിനിമയ്ക്ക് കാവൽ നിൽക്കുകയാണ്. സാഹചര്യത്തെ പറ്റി പറയാം, ഒന്ന് ആലോചിച്ച് നോക്കണേ. രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഷാഫി പറമ്പിലിന്റെ, നരേഷ് ലാലിന്റെ, സുജിത്തിന്റെ, രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽ നിൽക്കുമ്പോ റഹീമിന്റെ, ഷംസീറിന്റെ, റിയാസിന്റെ, സജീഷിന്റെ ഡിവൈഎഫ്ഐ ഈടത്തിനും ക്രിമിക്കും കാവൽ നിൽക്കുന്ന ഗതികേടിലാണ് എന്നുള്ളതാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സാഹചര്യം നിങ്ങൾക്കറിയാം. ഇപ്പോ നമ്മൾ മതേതരത്വത്തിന്റെ സംരക്ഷകരായി സമരം നടത്തുമ്പോ നമ്മൾ ഒരുപാട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷവും 2 മാസവും നീണ്ടുനിന്ന ഐതിഹാസികമായ കർഷക സമരം വിജയിപ്പിച്ചിട്ട് നമ്മൾ വരികയാണ്. കർഷക സമരം വിജയിപ്പിച്ച പാർട്ടിയാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് പറയുക, ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ഡിവൈഎഫ്ഐ, ക്ഷമിക്കണം, സിപിഎമ്മിന്റെ കർഷക സംഘടന കർഷക സമരത്തിന്റെ ഭാഗമായിരുന്നു, കോൺഗ്രസിന്റെ കർഷക സംഘടന കർഷക സമരത്തിന്റെ ഭാഗമായില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങൾ പങ്കാളിയായി? അവരോട് വളരെ വിനയത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർഷക നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നപ്പോ, ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ, ആ ബില്ലിനെതിരായിട്ട് ആദ്യമായി നിരാകരണ പ്രമേയം അവതരിപ്പിച്ച നേതാവിന്റെ പേര് ഡീൻ കുര്യാക്കോസ് എന്നായിരുന്നു. ആ ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ്. കർഷക സമരം രാജ്യസഭയിൽ കൊണ്ടുവന്നപ്പോ ഇത് ശബ്ദ വോട്ടോടെയല്ല ഓൾ വോട്ടോടെ വേണം പാസ്സാക്കണമെന്ന് പറഞ്ഞ പ്രതിപക്ഷ രാജ്യസഭയുടെ നേതാവിന്റെ പേര് ഗുലാം നബി ആസാദ് എന്നാണ്. ആസാദ് കോൺഗ്രസ്. ഈ കർഷക ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കുവാൻ ശ്രമിച്ചപ്പോ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ ബില്ല് കീറിയെറിഞ്ഞ നേതാവിന്റെ പേര് യശശരീരനായ രാജീവ് സത്തവ് എന്നാണ്. രാജീവ് സത്തവ് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തെ കർഷക സമരത്തിന് വേണ്ടി ആദ്യമായി പഞ്ചാബിൽ നിന്ന് ട്രാക്ടർ ഓടിച്ച് ഹരിയാന വഴി ഡൽഹിയിലേക്ക് ഈ സമരത്തെ വ്യാപിപ്പിച്ച നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഈ കർഷക സമരത്തിൽ അവിടെ പാവപ്പെട്ട കർഷകൻ
അവിടെ ആ സമരം ചെയ്യുമ്പോ അവൻ മുദ്രാവാക്യം വിളിച്ച് തളർന്ന് തിരിച്ചു വരുമ്പോ അവൻ ഒരിച്ച് ദാഹജലം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന, അവന് ഭക്ഷണം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന, അവന് മൂടിപ്പുതയ്ക്കാനുള്ള കമ്പിളിയും അവൻ താർമഷിയിട്ട നിരത്തിലൂടെ കാല് പൊട്ടിപ്പൊളിഞ്ഞു വരുമ്പോ അവന്റെ കാലിൽ മരുന്ന് പുരട്ടി കൊടുത്തതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാഷ്ട്രപതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കർഷക ഐക്യദാർഢ്യവുമായി കാണാൻ പോയ സീതാറാം യെച്ചൂരിയുടെ സംഘത്തെ നയിച്ച നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. കർഷക സമരം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. കർഷകർ കൊല്ലപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആ കർഷകർ കൊല്ലപ്പെട്ടപ്പോ ആ കർഷക കുടുംബത്തെ കാണുവാൻ വേണ്ടി ആ പോരാട്ടം നടത്തി 72 മണിക്കൂർ ജയിലിൽ കിടന്ന നേതാവിന്റെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ്. ആ കർഷകര് നഷ്ടപരിഹാര തുകയുമായി കടന്നു ചെല്ലുമ്പോ യോഗി ആദിത്യനാഥിന്റെ പോലീസ് വിമാനത്താവളത്തിൽ തടഞ്ഞപ്പോ 24 മണിക്കൂർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നേതാവിന്റെ പേര് ഭൂപേഷ് ബാഗൽ എന്നാണ്, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. ആ പാവപ്പെട്ട കർഷകന് 1 കോടി രൂപ നഷ്ടപരിഹാരവുമായി കടന്നു ചെന്ന പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ചന്നിയുടെയും രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഗെലോട്ടിന്റെയും പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏറ്റവും ഒടുവിൽ ആ കർഷകനെ ചേർത്ത് പിടിച്ച, കർഷക കുടുംബത്തെ ചേർത്ത് പിടിച്ച, കുറ്റപരിതമായ കുടുംബത്തിന്റെ കണ്ണീരൊപ്പിയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് എന്ന് അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. പിന്നെയും ഇവർ ചോദിക്കുക, കർഷക സമരത്തിൽ കോൺഗ്രസ് എവിടെ? ഞങ്ങളുടെ സംഘടന ഉണ്ടല്ലോ. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, ഈ കർഷക സമരത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തപ്പോ നമ്മൾ പറഞ്ഞു, ഡൽഹി കേന്ദ്രീകൃതമായി ഈ സംസ്ഥാനങ്ങളിലാകെ പ്രചരണ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ കർഷക സംഘടനകളെ അയക്കണ്ട, അല്ലാതെയുള്ള കർഷക സംഘടനകൾ മാത്രം ഇതിനകത്ത് ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് CPM വരുന്നത്. CPM-ന് ഡൽഹിയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ വിചാരിക്കും പഞ്ചാബിൽ എന്തോ കാര്യമുണ്ട്. ഒരു കാര്യമില്ല. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഈ സാധനമില്ല. ഈ കർഷക സമരമെല്ലാം ഞങ്ങളാ ചെയ്തതെന്ന് പറയുന്നത്, കേരളത്തിൽ ഈ കർഷക സമരത്തിനെതിരായിട്ടൊരു സമരം നടത്തിയായിരുന്നല്ലോ, കർഷക ബില്ലിനെതിരായിട്ടൊരു സമരം. ആ സമരമൊക്കെ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കെ സുധാകരനും ഒക്കെ നേതൃത്വം കൊടുത്ത സമരത്തിന് ശേഷം നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ കോവൂർ കുഞ്ഞുമോനുണ്ട്. കോവൂർ കുഞ്ഞുമോൻ RSP ഒരു കഷ്ണം കോവൂർ കുഞ്ഞുമോന്റെ RSP കോവൂർ കുഞ്ഞുമോൻ. അപ്പൊ ഈ കോവൂർ കുഞ്ഞുമോൻ സമരം കഴിഞ്ഞിട്ട് പറയാം, ഈ സമരം മൊത്തം നടത്തിയത് ഞാനാണെന്ന് പറഞ്ഞാൽ എത്രമാത്രം അപഹാസ്യമാണോ അതുപോലെയാണ് കർഷക സമരം കഴിയുമ്പോ CPM ഞങ്ങളാണ് ഈ സമരം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിനകത്ത് ആരുടെയും ക്രെഡിറ്റ് വാങ്ങാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കർഷക സമരം നടത്തിയത് നമ്മളാണ്. അങ്ങനെ ഈ രാജ്യത്ത് എത്രയെത്ര സമരങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ധന നികുതി ഭീകരത. ഇന്ധന നികുതി ഭീകരത. ഓരോ ദിവസവും നമ്മൾ സാധാരണക്കാർ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെയും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെയും കൊള്ളയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുക. നമ്മൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 36 രൂപ പെട്രോളിന് 63 രൂപ, 36 പെട്രോളിന് 63 രൂപ നികുതിയായി കൊടുക്കണം. 1 രൂപ കമ്മീഷൻ, 63 രൂപ നികുതിയാണ്. അപ്പൊ ഇതിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു. എറണാകുളം ജില്ലയിൽ ഇത്തരത്തിലൊരു സമരം നടന്നു. ആ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് നേതൃത്വം കൊടുത്ത സമരം. ആ സമരം അവിടുത്തെ തിരക്കേറിയ ഒരു റോഡിൽ 2000-ഓളം വാഹനങ്ങൾ നിർത്തിയിട്ടുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു. നമ്മുടെ എല്ലാ ആളുകളെയും ബാധിക്കുന്ന സമരമാണ്. അപ്പൊ ആ സമരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 4 ദിവസം മുൻപ് പത്രത്തിലൂടെ അറിയിപ്പ് കൊടുത്തു, മാന്യ മഹാജനങ്ങളെ, ഞങ്ങൾ ഈ ദിവസം 11 മണി തൊട്ട് 11:20 വരെ എറണാകുളത്ത് നഗരവീതിയിൽ ഒരു സമരം നടത്തുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമാകണം. അതല്ല, നിങ്ങൾക്ക് ഈ സമരത്തിന്റെ ഭാഗമാകാതെ മറ്റു വഴികളിലേക്ക് പോകണമെങ്കിൽ ഈ വഴികളിൽ തിരിഞ്ഞു പോകൂ എന്ന് പറഞ്ഞ് റോഡ് മാപ്പ് കൊടുത്തിട്ട് നമ്മൾ സമരം ചെയ്യും. സമരം ചെയ്യണ്ടേ? സമരം ചെയ്യും. പ്രതികരണം എടുക്കുവാൻ വേണ്ടി, സാധാരണക്കാരന്റെ പ്രതികരണം എടുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ബ്ലോക്കിൽ കിടന്ന് കുറെ ആളുകൾ എടുത്തേക്ക് ചെന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഈ ബ്ലോക്കിൽ കിടക്കുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടുന്ന, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശുപത്രിയിൽ മരുന്ന് വാങ്ങേണ്ടുന്ന, ഞങ്ങളുടെ കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങേണ്ടുന്ന തുകയെടുത്ത ഞങ്ങൾ പെട്രോളും ഡീസലും അടിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാ. ഞങ്ങൾക്ക് അതുകൊണ്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് ഒരു സിനിമാ താരം കടന്നു വരിക. സിനിമാ താരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തയാളാണ്.
അപ്പൊ ചോദിക്കും, സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായ കുഴപ്പമാണ്? ഒരു കുഴപ്പമില്ല. മമ്മൂട്ടി നല്ല ഒന്നാം തന്നെ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, നമുക്കൊരു പരാതിയില്ലല്ലോ. മമ്മൂട്ടിയുടെ ഏതെങ്കിലും സിനിമയ്ക്കെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. നമ്മൾ ആദ്യം പോയി കാണുന്ന ആളുകളാണ്. ഇപ്പൊ സുരേഷ് ഗോപി BJP, നമുക്കൊരു പ്രശ്നമില്ല. മുകേഷ് CPM MLA, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. അപ്പൊ ഏതെങ്കിലും സിനിമാ താരങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടാകുന്നത് നമ്മളല്ല, പക്ഷെ നമ്മുടെ നാടിന്റെ അവർക്കില്ല. ഇപ്പോ ധർമ്മജൻ പോലാക്കി ഈ പാർട്ടി എന്താ തകർന്നു പോകുന്നതെന്ന് മനസ്സിലായത്. ഈ രാജ്യത്തെങ്ങും ഈ പാർട്ടി ഇല്ലാത്തതിന്റെ കാരണം ഇല്ല. വേറൊരു പാർട്ടിക്കാരൻ സമ്മേളനം നടത്തുമ്പോൾ 2 ബൈക്ക് കയറിയിട്ട് തൂക്കി വിളിച്ചോട്ട് പോവുക. നാട്ടിൽ മാന്യന്മാരിറങ്ങി നടക്കുമ്പോൾ കുറുക്കൻ കുറുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പണി ചെയ്യുന്നത് കൊണ്ട് ഈ പാർട്ടി ഈ അവസ്ഥയിലായി. നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഈ സിനിമാ താരം ഇയാളുടെ പ്രത്യേകത, ഇയാൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM വേണ്ടി ഇറങ്ങുന്നയാളാ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വേണ്ടി ഇറങ്ങുന്നയാളാ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. സാധാരണ മുഖ്യധാര സിനിമാ താരങ്ങളൊന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങത്തില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരെ CPM വേണ്ടി ഇറങ്ങുന്ന സിനിമാ താരമാണ്. അപ്പോഴും നമുക്ക് പരാതിയില്ല. അയാൾ ഇറങ്ങുമ്പോൾ നമ്മൾ വലിയ ഷോ കാണിച്ചു. അങ്ങനെ ഷോ കാണിക്കുമ്പോ അത് നമ്മൾ ഈ നാട്ടിലെ CPM-കാരൻ അതിനുശേഷം നമ്മളെ സമരത്തിന്റെ മര്യാദ പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോ നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ജോജുവിനോടും സഖാക്കളോടും പറയാനുള്ളൂ. കോൺഗ്രസ് ഈ നാട്ടിൽ സമരം ചെയ്യുന്നത് സാധാരണക്കാരന് വേണ്ടിയിട്ടാ. ആ സമരത്തിനിടയിൽ വന്ന അഭ്യാസം കാണിക്കാൻ നിന്നാൽ അത് ജോജു അല്ല, അമിതാഭ് ബച്ചന്റെ അച്ഛനായാലും കോൺഗ്രസിന്റെ നിലപാട് തന്നെയായിരിക്കും. ഒരു തർക്കവും വേണ്ടാന്നേ, ക്രിസ്റ്റൽ ക്ലിയറായ നിലപാടാണ് നമ്മളുടെ. സമരം കഴിഞ്ഞു, ജോജുവിന്റെ കാറിന്റെ ചില്ലെങ്ങനെയോ പൊട്ടി. അപ്പോ എനിക്ക് ഏറ്റവും വലിയ നാണക്കേട് തോന്നിയത് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കണ്ടപ്പോൾ. ജോജുവിന്റെ കാറിന്റെ ചില്ല് തകർന്നു. ആദ്യത്തെ പ്രതികരണം വന്നത് ശിവൻകുട്ടിയുടെ. സത്യം പറഞ്ഞ് എനിക്ക് നാണക്കേട് കൊണ്ട് അങ്ങ് മരിച്ചാൽ മതി അവസ്ഥയായി. ശിവൻകുട്ടി പറയാ, ഇങ്ങനെ അടിച്ച തകർത്തുകൊണ്ടുള്ള സമരമൊന്നും ശരിയല്ല കേട്ടോ. ആരാ പറയുന്നത്? ശിവൻകുട്ടി. ആരാ ശിവൻകുട്ടി? ശിവൻകുട്ടിയെ പറ്റി നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാ. ഇത്തവണ സ്കൂൾ നടന്നപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പറയുന്നത്, കുട്ടികളായ ഞങ്ങൾ സ്കൂളിലേക്കും ശിവൻകുട്ടി മാമൻ ജയിലിലേക്ക് വന്നു. ശിവൻകുട്ടിയുടെ കേസ് എന്താ? നമ്മളോട് ജോജുവിന്റെ കാറിന്റെ ചില്ല് തകർന്ന സംഭവം ശരിയല്ല എന്ന് പറയുന്ന ശിവൻകുട്ടിയുടെ പ്രത്യേകത നിയമസഭ തല്ലി തകർത്തയാണ്. കേരള നിയമസഭ, പരിപാലനമായ കേരള നിയമസഭ തല്ലി തകർത്തയാളാണ് നമ്മളോട് പറയുന്നത് ജോജുവിന്റെ കാറിന്റെ ചില്ല് തകർത്തത് ശരിയായില്ല കേട്ടോ. നിങ്ങൾ ഈ ടാർസനെ പറ്റി കേട്ടിട്ടുണ്ടാവും, കുട്ടികൾ ഇവിടെ ഇരിക്കും. മൗഗ്ലിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഈ ടാർസന്റെ മൗഗ്ലിയുടെ ഒക്കെ പ്രത്യേകത, വള്ളി കൊണ്ട് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് വള്ളി തൂങ്ങിയാടി ചാടുന്ന ആളുകളാണ്. ശിവൻകുട്ടിയും വരും നമ്മൾ വ്യത്യാസം. ശിവൻകുട്ടിക്ക് വള്ളിയില്ലാതെ ചാടാൻ പറ്റും. ഒരു ഡെസ്കിൽ നിന്ന് അടുത്ത ഡെസ്കിലേക്ക് വള്ളിയില്ലാതെ പുള്ളി ചാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചാടിപ്പോയ ശിവൻകുട്ടി നമ്മളോട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ സമരം ചെയ്തത് ശരിയായില്ല. ശിവൻകുട്ടിയൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാന്ന് പറയുമ്പോൾ ടീച്ചർമാർക്ക് പെടാപ്പാട്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഡെസ്കോ ബെഞ്ചോ പോലും തല്ലി ഓടിച്ച ടീച്ചർമാര് പറയും രക്ഷകർത്താവിനെ വിളിച്ചോണ്ട് വരും. ഇപ്പൊ സ്കൂളില് ഡെസ്കും ബെഞ്ചും തല്ലി ഓടിച്ച ടീച്ചർമാര് പറയും രക്ഷകർത്താക്കളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ പിള്ളേര് പറയും ശിവൻകുട്ടിയാണ് ഞങ്ങളുടെ മന്ത്രി എന്ന് പറയും. പിന്നെ കോംപ്രമൈസ്. ഈ ശിവൻകുട്ടി കേരളത്തിലെ ഏതെങ്കിലും പിള്ളേർക്ക് മാതൃകയാണോ എന്ന് ചോദിച്ചാൽ ആകെ മാതൃകയുള്ളത് ഈ കുച്ചിപ്പുടി അറിയാലോ അല്ലേ? കുച്ചിപ്പുടിയുടെ പ്രത്യേകത യുവജനോത്സവത്തിനൊക്കെ ഉള്ള ഐറ്റം. ഈ പ്ലേറ്റിന്റെ മണ്ടയ്ക്ക് നിന്ന് ഡാൻസ് ചെയ്യുന്ന ഐറ്റം, വലിയ ബാലൻസ് വേണം. ആ ഡാൻസ് പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമാണ് ശിവൻകുട്ടി ഒരു മാതൃക. കാരണം ഡെസ്കിന്റെ മണ്ടയിൽ പഠിക്കുന്ന ബാലൻസോട് കൂടിയിട്ട് സ്പീക്കറുടെ ചേംബർ വരെ പോയിട്ട് തല്ലി തകർക്കാൻ പുള്ളിക്ക് മാത്രമേ പറ്റൂ. പിന്നെ പ്രതികരണവുമായി വന്നയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയൻ ഈ സമരത്തിനെതിരായിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു. പിണറായി വിജയൻ വേറെ വിഷയങ്ങളൊന്നും അറിയാറില്ല കേട്ടോ. മുല്ലപ്പെരിയാർ ഡാം തകരാൻ പോകുന്നു, അവിടുത്തെ ആളുകൾ ആശങ്ക രേഖപ്പെടുത്തി. പിണറായി പറഞ്ഞു എനക്കറിയില്ല. മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്ത് നിന്ന് മരം മുറിച്ചുകൊണ്ട് പോയി, എനക്കറിയില്ല. കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുക, എനക്കറിയില്ല. എന്ത് ചോദിച്ചാലും എനക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനക്കറിയാം. എന്തറിയാവോ? ജോജുവിന്റെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഫാഷിസ്റ്റ് കടന്നുകയറ്റം. പിണറായി വിജയൻ പറഞ്ഞതാണ് നമ്മുടെ സമരത്തെ പറ്റി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഫാഷിസ്റ്റ് കടന്നുകയറ്റം പറയുന്നതാരാ? പിണറായി വിജയൻ. പിണറായി വിജയൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്, നിങ്ങൾ കോഴിക്കോടുകാരാണല്ലോ, നിപ്പ വൈറസിനെ പറ്റി ഞാൻ പറയാറില്ല. നിപ്പ വൈറസിനെ പറ്റി വവ്വാല് ബോധവൽക്കരണം നടത്തുന്നത് പോലെയാണ്
പിണറായി വിജയൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് എന്നുള്ളതാണ് ചരിത്ര വസ്തുത. വെറുതെ പറയുന്നതല്ല. പിണറായി വിജയൻ ഇപ്പൊ സിനിമയുടെയൊക്കെ സംരക്ഷകനായിട്ട് വരുമ്പോ ഒരു കാര്യം ആദ്യമേ പറയാം, നമ്മൾ ഒരൊറ്റ സിനിമയ്ക്കെതിരല്ല, ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് നമ്മളെതിരല്ല, ഒരു സിനിമക്കാരനും നമ്മളെതിരല്ല. പക്ഷെ ഇത് പറയുന്ന പിണറായി വിജയന്റെ പാരമ്പര്യം എന്താ? നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ചെറുപ്പക്കാർ മുരളി ഗോപി തിരക്കഥ എഴുതി അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ്. അനീഷേട്ടൻ കണ്ടു കാണും. മനോഹരമായ സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് ഹരീഷ് പേരടി ഒരു ഇടതുപക്ഷ നടനാണ്. ഹരീഷ് പേരടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, കൈതേരി സഹദേവൻ. കൈതേരി സഹദേവൻ അതിനകത്ത് വിഖ്യാതമായ ഡയലോഗ്, ബൂർഷ്വേനെ തോൽപ്പിക്കാൻ ബൂർഷ്വേന്റെ അപ്പനാകണം. എല്ലാ പാവങ്ങളെയും സഹദേവൻ പാവമായി കണ്ടിട്ടില്ല. പാർട്ടിക്കൊപ്പം നിൽക്കുന്ന പാവങ്ങൾ മാത്രമാണ് സഹദേവന്റെ മുന്നിലെ പാവം എന്നൊക്കെ പറയുന്ന ഡയലോഗുള്ള സിനിമയാണ്. ഈ കൈതേരി സഹദേവൻ പിണറായി വിജയന്റെ ഡിറ്റോ കഥാപാത്രമാണെന്നും പറഞ്ഞിട്ട് ആ സിനിമ കേരളത്തിൽ തിയേറ്ററുകളിലൂടെ അനുവദിക്കാതിരുന്ന പാർട്ടിയുടെ പേര് CPM. ഈട എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, സുന്ദരമായ ഒരു സിനിമയാണ്. കണ്ണൂർ ജില്ലയിലെ BJPയുടെയും CPMന്റെയും അക്രമ രാഷ്ട്രീയത്തെ പറ്റി പറയുന്ന സിനിമയാണ്. ആ സിനിമ കേരളത്തിൽ ഒരു തിയേറ്ററിലും ഓടിയില്ല, കാരണം CPMന്റെ ഉപരോധം ഉണ്ടായിരുന്നു. TP51 എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. TP51 എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത, പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിജയ നിങ്ങളുടെ മുഖം വികൃതമായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ഈ ജില്ലയിൽ ഉഞ്ചയം എന്ന് പറയുന്ന പ്രദേശത്ത് പിണറായി വിജയന്റെ കൊട്ടേഷൻ വാങ്ങി 51 വെട്ടുകൊണ്ട് മരിച്ചു വീണ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കഥ പറയുന്ന സിനിമയാണ് TP51. ആ സിനിമ പെട്ടിക്ക് പുറത്തേക്ക് വന്നില്ല, CPMന്റെ ഉപരോധം കാരണം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സിനിമകളെ ഉപരോധിച്ച് തോപ്പിച്ച പിണറായി വിജയനാണ് യൂത്ത് കോൺഗ്രസിനെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പഠിപ്പിക്കുന്നത്. പിണറായി വിജയനോട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട വിജയ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ക്ലാസ് അടുക്കളയിൽ മതി, പുറത്തേക്ക് എടുക്കണ്ട എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അടുക്കളയിൽ മതി എന്ന് ചുമ്മാ ഓളത്തിന് ഞാൻ പറഞ്ഞതല്ല. അടുക്കളയിൽ ഒരാളുണ്ടല്ലോ, മരുമോൻ മുഹമ്മദ് റിയാസ്. എന്താ പറഞ്ഞെന്ന് വെച്ചാല്, മരുമോന്റെ പേരിൽ ഒരു കേസുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം. നിങ്ങൾ കോഴിക്കോടുകാരോട് പ്രത്യേകിച്ച് പറയേണ്ടെന്ന് കാര്യമില്ല. ക്രൈം നന്ദകുമാർ, ഈ ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന്റെ മാസികയായ ക്രൈം മാഗസിനിൽ പിണറായി വിജയന്റെ SLC ലാവലിനെ പറ്റി സവിസ്തരമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോ റിയാസ് ചെയ്തത് നേരെ ക്രൈം ഓഫീസിലേക്ക് ചെന്ന് ആഫീസ് തല്ലി തകർത്ത് ആഫീസ് കത്തിച്ച് ക്രൈം മാഗസീനും കത്തിച്ച് പോരാത്തതിന് ക്രൈം നന്ദകുമാറിന്റെ കൈയും തല്ലി ഓടിച്ചു. ആ കേസിലെ പ്രതിയാണ് മുഹമ്മദ് റിയാസ്. അന്ന് മരുമോനായിട്ടില്ല, പിണറായി വിജയന്റെ ഇഷ്ടക്കാരന്റെ പ്രൊബേഷൻ പീരീഡ് നിൽക്കുമ്പോൾ പുള്ളി ചെയ്ത പണിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാരമ്പര്യമുള്ള ആളുകളാണ് നമ്മളോട് വന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, പിണറായി വിജയൻ ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കുന്നത് അടുക്കളയിൽ മതി, അരങ്ങത്തേക്ക് വേണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയും. ഈ രാജ്യത്ത് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായി, കർഷക സമരം ഉണ്ടായി. നമ്മൾ എവിടെയെന്ന് ചോദിച്ച ആളുകളോട് നമ്മൾ തിരിച്ചു ചോദിക്കുന്നു, പിണറായി വിജയൻ ഇവിടെ. കർഷകർ കൊല്ലപ്പെട്ടപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച പ്രതിഷേധം, മമതാ ബാനർജി, മായാവതി, മുലായം സിംഗ് യാദവ്, അഖിലേഷ് യാദവ്, ജയിലിൽ കിടക്കുന്ന ലല്ലു പ്രസാദ് യാദവ് വരെ പ്രതികരിച്ചു. പിണറായി വിജയൻ മിണ്ടിയില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയൻ അതേ ദിവസം പറഞ്ഞത് കുളമ്പ് രോഗത്തിന് കുത്തിവെപ്പെടുക്കണമെന്ന്. രാജ്യത്തെ കർഷകർ കൊല്ലപ്പെടുമ്പോ പിണറായി വിജയൻ പറയുന്നത് കുളമ്പ് രോഗത്തിന് കുത്തിവെപ്പ് 2ാം ഘട്ടം എടുക്കണമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ രാജ്യത്ത് ഒരു വലിയ പോരാട്ടത്തിലാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും വർഗീയത ആഴത്തിൽ പടർന്നു പിടിച്ചിരിക്കുക. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന കുറിപ്പ് കങ്കണ റണാവത്തിനെ പറ്റി പറയണം. മനീഷൊക്കെ എഴുതുന്ന കങ്കണ റണാവത്തിനെ പറ്റി ഒന്നും നമ്മൾ പറയേണ്ടുന്ന കാര്യമില്ല, കാരണം ഇവർക്ക് എപ്പോഴും ഇതൊരു വീക്ക്നെസ് ആണ്. സംഘപരിവാർ ഇപ്പൊ കങ്കണ റണാവത്തിന് പിന്നാലെയാണല്ലോ. പണ്ട് ബ്രിട്ടീഷ് കങ്കാനിമാരുടെ പിന്നാലെയായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ട് കങ്കാനിമാരുടെ പിന്നാലെ, ഇപ്പൊ കങ്കണ റണാവത്തുമാരുടെ പിന്നാലെ. 2014 ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് മൂപ്പത്തിയാര് പറഞ്ഞത്. സംഭവം ശരിയായിരിക്കും. മൂപ്പത്തിയാർക്ക് 2014 ശേഷമായിരിക്കും സ്വാതന്ത്ര്യം കിട്ടിയത്. കാരണം ചില അടിമകൾക്ക് മുതലാളിയുള്ള കാലമാണ് സ്വാതന്ത്ര്യ കാലമായിട്ട് തോന്നുക. അതിലിപ്പോ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവര് പറയുന്നത്
കോൺഗ്രസുകാർ ഗാന്ധി മാപ്പിലെന്നിട്ട് വാങ്ങിയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഭിക്ഷ ചോദിച്ചു വാങ്ങിയതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഇപ്പൊ വാര്യംകുന്നനൊക്കെ ചർച്ചയാകുന്ന കാലഘട്ടമാണ്. കങ്കണയ്ക്കൊന്നും അറിയാൻ വഴിയില്ല. കങ്കണയൊന്നും നമ്മൾ വലുതായിട്ട് പറയേണ്ട കാര്യമില്ല. കങ്കണയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം അവർ നമ്മൾ വിചാരിക്കും 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാണ്. നല്ല അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോകുന്നത്. അതിപ്പോ ചില നമ്മുടെ ചില സിനിമാ താരങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാൻ ചോദിച്ച പേര് പറയത്തില്ല, അറിയത്തില്ല. അപ്പൊ അറിവില്ലായ്മ. അപ്പൊ അതുകൊണ്ട് 2014 അവർ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്. വാര്യംകുന്നനൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമായി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വാര്യംകുന്നൻ എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടം. ആരാ വാര്യംകുന്നൻ? ഗാന്ധിയുടെ സമരത്തിന്റെ ഭാഗമായ മനുഷ്യനാണ് വാര്യംകുന്നൻ. ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരെതിരായിട്ട് പോരാട്ടം നടത്തിയ മനുഷ്യനാണ് വാര്യംകുന്നൻ. ബ്രിട്ടീഷുകാരൻ വെടിയുതിർക്കുവാൻ കുന്നിന്റെ മുകളിൽ കൈകെട്ടി കൊണ്ടുപോയപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കൺകെട്ടിയാണ് ആളുകളെ കൊല്ലുന്നതെന്ന്. നിങ്ങളുടെ മുന്നിൽ എനിക്ക് വയ്ക്കാൻ ഒരു ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, എന്റെ കണ്ണ് കെട്ടാതെ തന്നെ കൊല്ലണം എന്ന് പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യനാണ് വാര്യംകുന്നൻ. അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ പട്ടികയിൽ നിന്ന് വെട്ടുകയാണ്. അങ്ങനെ വെട്ടുന്ന കാലത്ത് സംഘപരിവാറുകാരോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോ വെട്ടിമാറ്റാനെങ്കിലും വാര്യംകുന്നന്റെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നു. നാളെ ഒരു കാലത്ത് ഞങ്ങളുടെ ഒരു സർക്കാർ വരുമ്പോ വെട്ടിമാറ്റാൻ പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിങ്ങളില്ല എന്നുള്ളതാണ് നമ്മളുടെ വ്യത്യാസം. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചരിത്രം തിരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ യൂത്ത് ലീഗിന്റെ വേദിയിൽ പറഞ്ഞു, ICHR തിരുത്തൽ നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ വെബ്സൈറ്റ് തിരുത്തുന്നത് ഹാക്കർമാരാണ്. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ ഹാക്കർമാരുടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. കഴിഞ്ഞ ദിവസമാണ് ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, മൗലാന അബുൽ കലാം ആസാദ് സവർക്കർ വെച്ച് നോക്കുമ്പോ മൗലാന അബുൽ കലാം ആസാദ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ല. ഒരു കേന്ദ്രമന്ത്രി പറയുന്നത്. ആരാ മൗലാന, ആരാ സവർക്കർ? മൗലാന അബുൽ കലാം ആസാദും സവർക്കറും തമ്മിൽ ഒരു ചെറിയ താരതമ്യമാണ്, ഒരു ചെറിയ സാമ്യമാണ്. അവരെ താരതമ്യപ്പെടുത്തുന്നത് വലിയ ചരിത്രം നിന്റെയാണ് എന്ന് എനിക്കറിയാം. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രണ്ടുപേരും ബ്രിട്ടീഷുകാരുടെ ജയിലിൽ പോയ ആളുകളാണ്. രണ്ടുപേരോടും ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾ മാപ്പെഴുതി തരിക. മാപ്പെഴുതി തരാൻ പറഞ്ഞു. സവർക്കർ എന്താ ചെയ്തെന്ന് അറിയാമോ? അരനിമിഷം വൈകാതെ 7 മാപ്പെഴുതി കൊടുത്തു. അതും വെറുതെ എഴുതുകയല്ല. പരമകാരുണ്യവാനായ ബ്രിട്ടീഷ് ഭരണാധികാരിയായ തമ്പുരാനെ, വിനീത വിധേയനായ മുടിയനായ ഈ പുത്രൻ നാളിതുവരെ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് അങ്ങ് മാപ്പാക്കണമേ. ഇനിയൊരു നാളിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി ഞാൻ അങ്ങേക്കെതിരെ പ്രവർത്തിക്കുകയില്ല. ഇനിയുള്ള കാലമത്രയും ഞാൻ ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിനീത വിധേയദാസനായി കഴിഞ്ഞുകൊള്ളാം. എഴുതിയതാരാ? സവർക്കർ. മൗലാന അബുൽ കലാം ആസാദിനോടും പറഞ്ഞു മാപ്പെഴുതി തരാൻ. മൗലാന അബുൽ കലാം ആസാദ് 30 പേജുള്ള മറുപടി കൊടുത്തു. ആ മറുപടി എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ സോക്രട്ടീസിനും ഗലീലിയോയ്ക്കും യേശുക്രിസ്തുവിനും നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം മൗലാന അബുൽ കലാം ആസാദ് എന്ന എനിക്ക് വേണ്ട. തീർന്നില്ല. ഞാനൊരു ഈശ്വര മതവിശ്വാസിയാണ്. ഞാൻ അള്ളാഹുവിന്റെ വഴിയിൽ വിശ്വസിക്കുന്നവനാണ്. ഇനി ഒരു നാൾ പരമകാരുണ്യവാനായ അള്ളാഹു ഖുതുബ്ദീൻ ഐബക്ക് സ്ഥാപിച്ച ഖുതുബ് മിനാരത്തിന്റെ മുകളിൽ മാലാഖയെ പറഞ്ഞയച്ച് എന്നോട് പറയുകയാണ്, അല്ലയോ മൗലാന, ദൈവവിശ്വാസിയായ നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം, അല്ലെങ്കിൽ നിന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരാം. അപ്പോൾ അനനിമിഷം ആലോചനയില്ലാതെ, കടുകുമണിയുടെ ചാഞ്ചാട്ടമില്ലാതെ ഞാൻ പറയും, പരമകാരുണ്യവാനായ തമ്പുരാനെ, അങ്ങയുടെ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അങ്ങയുടെ സ്വർഗം പ്രധാനമാണ്. പക്ഷേ അങ്ങയുടെ സ്വർഗത്തെക്കാൾ പ്രധാനം ജനിച്ചു വീണ ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം മതി. മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞത്. മറ്റേത് സവർക്കർ പറഞ്ഞു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ബ്രിട്ടീഷുകാരനെതിരായിട്ട് നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ BJP-ക്കാർ ഇപ്പൊ തിരികെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ആക്രമിച്ചത് 2 പേരാ. ഒന്ന് ബ്രിട്ടീഷുകാരും പിന്നെ സംഘപരിവാറുകാരും.
ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചതും ബ്രിട്ടീഷുകാരും സംഘപരിവാറുകാരും തന്നെയാണ്. സംഘപരിവാറുകാർ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലേക്ക് തിരികെ കയറുവാൻ വേണ്ടി ശ്രമിക്കുമ്പോ പ്രിയപ്പെട്ട സംഘപരിവാറുകാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ത്യ എന്ന ഈ വിശാലമായ രാജ്യത്ത് നടന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാട്ടമുണ്ട് കോൺഗ്രസിന്. അതിന്റെ എല്ലാം ചരിത്രം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ സംഘപരിവാർ നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കാൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വ്യത്യാസം. അതാണ് വ്യത്യാസം. ആഴത്തിൽ വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെറുപ്പക്കാരെ ക്രിക്കറ്റ് മത്സരം കാണുമ്പോൾ ക്രിക്കറ്റിനകത്ത് നമ്മൾ വർഗീയത കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ലോകകപ്പ് 2020 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡിനെതിരായിട്ടൊരു മത്സരം കളിച്ചു. ഇന്ത്യയുടെ പ്രകടനം ഈ ലോകകപ്പിൽ അതിദയനീയമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ദയനീയമായ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് നമ്മൾ പരാജയപ്പെട്ടു. മത്സരശേഷം ഏറ്റവും കുറച്ച് റൺസ് എടുത്ത ബാറ്റ്സ്മാൻ വിമർശിക്കപ്പെട്ടില്ല, ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ ബോളർ വിമർശിക്കപ്പെട്ടില്ല, ക്യാച്ച് കളഞ്ഞ ഫീൽഡർമാർ വിമർശിക്കപ്പെട്ടില്ല, ആരും വിമർശിക്കപ്പെട്ടില്ല. ന്യൂസിലൻഡിനോട് തോറ്റതിന് ശേഷം തൊട്ട് തലേ ദിവസം പാകിസ്ഥാനുമായിട്ടൊരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിലും ഇന്ത്യ തോറ്റു. പക്ഷേ മത്സരശേഷം ഒരൊറ്റ കളിക്കാരൻ മാത്രം വിമർശിക്കപ്പെടുകയാണ്. ആ വിമർശിക്കപ്പെടുന്ന കളിക്കാരന്റെ പേര് മുഹമ്മദ് ഷമി. എന്തുകൊണ്ടാണ് കളിക്കാരൻ വിമർശിക്കപ്പെടുന്നത്? അവന്റെ കളി മോശമായതുകൊണ്ടല്ല, അവൻ കാരണം ടീം തോറ്റതുകൊണ്ടല്ല. മുഹമ്മദ് ഷമി എന്ന് പറയുന്ന കളിക്കാരൻ വിമർശിക്കപ്പെട്ടത് അവന്റെ പേര് ഇസ്ലാമിക നാമമായതുകൊണ്ട്, അവനൊരു ഇസ്ലാമായതുകൊണ്ട്. ആരാ മുഹമ്മദ് ഷമി? ഇപ്പോ ഈ രാജ്യത്തെ MLA-മാരും മന്ത്രിമാരും അടക്കമുള്ള MP-മാരടക്കമുള്ള BJP നേതാക്കന്മാർ വളഞ്ഞിട്ട് വേട്ടയാടുന്ന ഈ മുഹമ്മദ് ഷമി 2019 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഹാട്രിക് നേടിയ കളിക്കാരനാണ്. ആർക്കറിയാം ഹാട്രിക് നേടിയത്? അഫ്ഗാനിസ്ഥാനെതിരെ. പാകിസ്ഥാനേക്കാൾ വലിയ ഇസ്ലാമിക രാജ്യം അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനെതിരെ മുഹമ്മദ് ഷമി ഹാട്രിക് നേടുമ്പോ ഔട്ടാകുന്ന ബാറ്റ്സ്മാന്റെ മതം ഷമി നോക്കാൻ പോയില്ല. ബാറ്റ്സ്മാനെ ഔട്ടാക്കി ടീമിനെ ജയിപ്പിക്കാൻ മാത്രമേ നോക്കിയുള്ളൂ. ഇന്ത്യ ന്യൂസിലൻഡിനോട് തോൽക്കുമ്പോ ക്രിക്കറ്റ് ഒരു കളിയും, ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കുമ്പോ ക്രിക്കറ്റ് ഒരു മതവുമാകുന്ന അപകടകരമായ സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. മുഹമ്മദ് ഷമി എന്ന ഈ രാജ്യത്തിന്റെ അഭിമാനമായ കളിക്കാരൻ, ഈ രാജ്യത്തിന് വേണ്ടി ലോകകപ്പിലടക്കം ഹാട്രിക് നേടിയ കളിക്കാരൻ, ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് തികച്ച കളിക്കാരൻ ആക്രമിക്കപ്പെടുകയാണ് മതത്തിന്റെ പേരിൽ. ആ സമയത്ത് പ്രിയപ്പെട്ട മുഹമ്മദ് ഷമി, ഈ രാജ്യം നിനക്ക് നേരെ തുപ്പിയ വർഗീയ വിഷത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഈ രാജ്യം നിനക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നായതുകൊണ്ടാണ് നമ്മൾ ഈ പോരാട്ടം നയിച്ചു മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ പോരാട്ടം എന്തുകൊണ്ടാണ് നയിക്കുന്നത്? നമ്മൾ എല്ലാത്തരം പോരാട്ടവും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഈ രാജ്യത്തെ ഗാന്ധി വേട്ടയാടപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു BJP-യുടെ കേന്ദ്രമന്ത്രി പറഞ്ഞത്, ഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധി ഒരു സംഘപരിവാറുകാരനായി മാറുമായിരുന്നു. ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധി ഒരു സംഘപരിവാറുകാരനായി മാറുമായിരുന്നു. അതിന്റെ മറുപടി ഗാന്ധിയുടെ മരണത്തിൽ തന്നെയുണ്ട്. ഗാന്ധി ആരാ കൊല്ലുന്നത്? തികഞ്ഞ ഹൈന്ദവ വർഗീയവാദിയായ ഹിന്ദു മഹാസഭയുടെ നേതാവായ RSS നേതാവായ നാഥൂറാം വിനായക ഗോഡ്സെ ഈ രാജ്യത്തെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ ഇസ്ലാമിക മതവിശ്വാസിയായ മൗലാന അബുൽ കലാം ആസാദിനെ കൊന്നില്ല. ഹൈന്ദവ മതത്തിനകത്തെ ജാതി അനാചാരങ്ങൾക്കെതിരെ സംസാരിച്ച BR അംബേദ്കറിനെ കൊന്നില്ല. തികഞ്ഞ നിരീശ്വരവാദിയായ രാഷ്ട്രീയനായ നെഹ്റുവിനെ കൊന്നില്ല. ഹൈന്ദവ വർഗീയവാദിയായ ഗോഡ്സെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ ഹിന്ദു മതവിശ്വാസിയായ രാമന്റെ ഭക്തനായ നിരന്തരം രാമനാമം ചൊല്ലുന്ന എപ്പോഴും പ്രാർത്ഥനാ നിരതനായി നടക്കുന്ന ഗാന്ധിയാണ് കൊല്ലുന്നത്. കാരണം എന്താ? ഒരു വർഗീയവാദിയുടെ ഒന്നാമത്തെ ശത്രു ആ മതത്തിലെ യഥാർത്ഥ വിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഗോഡ്സെ ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. അപ്പോ അങ്ങനെ വർഗീയവാദികൾ കൊന്നൊടുക്കിയ ഗാന്ധിയെ സംഘപരിവാറാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പോരാട്ടത്തിലാണ്. നമ്മൾ തീർന്നില്ല. നമ്മൾ എത്ര പോരാട്ടമാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ അതിരപ്പുഴയിൽ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു. CPM-ന്റെ നേതാക്കന്മാർ, മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ഒരു പോരാട്ടം നടത്തി. എന്താ? ജയ് ഭീം സിനിമ ഞങ്ങളുടേതാണ്. എന്താ തർക്കം? ജയ് ഭീം എന്ന് പറയുന്ന സൂര്യയുടെ ഒരു സിനിമ ഇറങ്ങി.
അതിനകത്ത് കാണിക്കുന്ന ചന്ദ്രു എന്ന് പറയുന്ന അഭിഭാഷകൻ ആ സിനിമയ്ക്കകത്ത് CPM-കാരനാണ്. അതുകൊണ്ട് ജയ് ഭീം CPM ആണ്. വലിയ തർക്കമാണ്, നമുക്ക് ആർക്കും തർക്കമില്ലെന്നേ. പക്ഷേ ജയ് ഭീമിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അതിരമ്പുഴയിലെ ദീപാ പി മോഹനെ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിരമ്പുഴയിൽ ഒരു പെൺകുട്ടി, ഒരു ദളിത് ഗവേഷക, അവൾ ദളിതയായി ജനിച്ചതിന്റെ പേരിൽ ഗവേഷണം പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ ഒരു ഇടതുപക്ഷ അധ്യാപകന്റെ പീഡനം ഏറ്റുവാങ്ങി അതിരമ്പുഴയിൽ മഹാത്മാഗാന്ധിയുടെ പേരുള്ള സർവകലാശാലയുടെ കവാടത്തിന് മുന്നിൽ സമരമിരുന്നു. ആ സമരപ്പന്തലിന് മുന്നിലുണ്ടായിരുന്ന ചിത്രം രോഹിത് വേമുലയുടേതാണ്. ഹൈദരാബാദ് സർവകലാശാലയിൽ എന്റെ ജാതിയാണ് എന്റെ ബാധ്യത, അതാണ് എന്റെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാഹൂതി ചെയ്ത രോഹിത് വേമുലയുടെ ചിത്രം വെച്ചുകൊണ്ട് ദീപാ പി മോഹൻ എന്ന് പറയുന്ന പെൺകുട്ടി സമരത്തിലാണ്. ആ സമരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ജയ് ഭീമിന് വേണ്ടി വാദിക്കുന്ന ഒരൊറ്റ CPM-കാരനുമില്ല പ്രിയമുള്ളവരെ. ദീപാ പി മോഹന്റെ അയ്യങ്കാളിയുടെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് പഞ്ചമിയുടെ പോരാട്ട വീരത്തോടുകൂടി രോഹിത് വേമുല പറയാതെ പോയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീപാ പി മോഹൻ എന്ന് പറയുന്ന ഗവേഷക നടത്തിയ പോരാട്ടത്തിന് ഐക്യദാർഢ്യവുമായി കടന്നു ചെന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ അഭിമാനം. അങ്ങനെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു ഓൺലൈൻ വാർത്ത വായിക്കുമ്പോൾ അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാ തനീഷേട്ടാ, DYFI ഈടത്തിന് കാവൽ നിൽക്കും. DYFI ഈടത്തിന് കാവൽ നിൽക്കും. എനിക്ക് പെട്ടെന്ന് വാർത്ത വായിച്ചിട്ട് മനസ്സിലായില്ല എന്താ സംഭവം. ഞാനപ്പോ ആദ്യം ആലോചിച്ചത് ഇത് ഒന്നെങ്ങനെയാ മറ്റൊന്നിന് കാവൽ നിൽക്കുന്നത്, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ ഒന്നെങ്ങനെയാ മറ്റൊന്നിന് കാവൽ നിൽക്കുന്നത് ഞാൻ ആലോചിച്ചപ്പോ വാർത്ത എടുത്ത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് DYFI കീടം എന്ന് പറയുന്ന സിനിമയ്ക്ക് കാവൽ നിൽക്കുകയാണ്. സാഹചര്യത്തെ പറ്റി പറയാം, ഒന്ന് ആലോചിച്ച് നോക്കണേ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഷാഫി പറമ്പിലിന്റെ, നനേഷ് ലാലിന്റെ, സുജിത്തിന്റെ, രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽ നിൽക്കുമ്പോ റഹീമിന്റെ, ഷംസീറിന്റെ, റിയാസിന്റെ, സജീഷിന്റെ DYFI കീടത്തിനും ക്രിമിക്കും കാവൽ നിൽക്കുന്ന ഗതികേടിലാണ് എന്നുള്ളതാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സാഹചര്യം നിങ്ങൾക്കറിയാം. ഇപ്പോ നമ്മൾ മതേതരത്വത്തിന്റെ സംരക്ഷകരായി സമരം നടത്തുമ്പോ നമ്മൾ ഒരുപാട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷവും 2 മാസവും നീണ്ടുനിന്ന ഐതിഹാസികമായ കർഷക സമരം വിജയിപ്പിച്ചിട്ട് നമ്മൾ വരികയാണ്. കർഷക സമരം വിജയിപ്പിച്ച പാർട്ടിയാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് പറയുക, ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് DYFI, ക്ഷമിക്കണം, CPM-ന്റെ കർഷക സംഘടന കർഷക സമരത്തിന്റെ ഭാഗമായിരുന്നു, കോൺഗ്രസിന്റെ കർഷക സംഘടന കർഷക സമരത്തിന്റെ ഭാഗമായില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങൾ പങ്കാളിയായി? അവരോട് വളരെ വിനയത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർഷക നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നപ്പോ, ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ, ആ ബില്ലിനെതിരായിട്ട് ആദ്യമായി നിരാകരണ പ്രമേയം അവതരിപ്പിച്ച നേതാവിന്റെ പേര് ഡീൻ കുര്യാക്കോസ് എന്നായിരുന്നു. ആ ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ്. കർഷക സമരം രാജ്യസഭയിൽ കൊണ്ടുവന്നപ്പോ ഇത് ശബ്ദ വോട്ടോടെയല്ല ഓൺ വോട്ടോടെ വേണം പാസ്സാക്കണമെന്ന് പറഞ്ഞ പ്രതിപക്ഷ രാജ്യസഭയുടെ നേതാവിന്റെ പേര് ഗുലാം നബി ആസാദ് എന്നാണ്. ആസാദ് കോൺഗ്രസ്. ഈ കർഷക ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കുവാൻ ശ്രമിച്ചപ്പോ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ ബില്ല് കീറിയെറിഞ്ഞ നേതാവിന്റെ പേര് യശശരീരനായ രാജീവ് സത്തവ് എന്നാണ്. രാജീവ് സത്തവ് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തെ കർഷക സമരത്തിന് വേണ്ടി ആദ്യമായി പഞ്ചാബിൽ നിന്ന് ട്രാക്ടർ ഓടിച്ച് ഹരിയാന വഴി ഡൽഹിയിലേക്ക് ഈ സമരത്തെ വ്യാപിപ്പിച്ച നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഈ കർഷക സമരത്തിൽ അവിടെ പാവപ്പെട്ട കർഷകൻ അവിടെ ആ സമരം ചെയ്യുമ്പോ അവൻ മുദ്രാവാക്യം വിരിച്ച് തളർന്ന് തിരിച്ചു വരുമ്പോ അവൻ ഒരിച്ച് ദാഹജലം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന, അവന് ഭക്ഷണം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന, അവന് മൂടിപ്പുതയ്ക്കാനുള്ള കമ്പിളിയും അവൻ താർമഷിയിട്ട നിരത്തിലൂടെ കാല് പൊട്ടിപ്പൊളിഞ്ഞു വരുമ്പോ അവന്റെ കാലിൽ മരുന്ന് പുരട്ടി കൊടുത്തതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാഷ്ട്രപതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കർഷക ഐക്യദാർഢ്യവുമായി കാണാൻ പോയ സീതാറാം യെച്ചൂരിയുടെ സംഘത്തെ നയിച്ച നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. കർഷക സമരം അതിന്റെ ഉച്ചസ്ഥായിലെത്തി കർഷകർ കൊല്ലപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു.
ആ കർഷകർ കൊല്ലപ്പെട്ടപ്പോ ആ കർഷക കുടുംബത്തെ കാണുവാൻ വേണ്ടി ആ പോരാട്ടം നടത്തി 72 മണിക്കൂർ ജയിലിൽ കിടന്ന നേതാവിന്റെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ്. ആ കർഷകര് നഷ്ടപരിഹാര തുകയുമായി കടന്നു ചെല്ലുമ്പോ യോഗി ആദിത്യനാഥിന്റെ പോലീസ് വിമാനത്താവളത്തിൽ തടഞ്ഞപ്പോ 24 മണിക്കൂർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നേതാവിന്റെ പേര് ഭൂപേഷ് ബാഗൽ എന്നാണ്, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. ആ പാവപ്പെട്ട കർഷകന് 1 കോടി രൂപ നഷ്ടപരിഹാരവുമായി കടന്നു ചെന്ന പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ചന്നിയുടെയും രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഗെലോട്ടിന്റെയും പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏറ്റവും ഒടുവിൽ ആ കർഷകനെ ചേർത്ത് പിടിച്ച, കർഷക കുടുംബത്തെ ചേർത്ത് പിടിച്ച, കുറ്റപരി നഷ്ടമായ കുടുംബത്തിന്റെ കണ്ണീരൊപ്പിയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് എന്ന് അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. പിന്നെയും ഇവർ ചോദിക്കുക, കർഷക സമരത്തിൽ കോൺഗ്രസ് എവിടെയാണ്? ഞങ്ങളുടെ സംഘടനയുണ്ടല്ലോ. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, ഈ കർഷക സമരത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തപ്പോ നമ്മൾ പറഞ്ഞു, ഡൽഹി കേന്ദ്രീകൃതമായി ഈ സംസ്ഥാനങ്ങളിലാകെ പ്രചരണ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ കർഷക സംഘടനകളെ അയക്കണ്ട, അല്ലാതെയുള്ള കർഷക സംഘടനകൾ മാത്രം ഇതിനകത്ത് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് CPM വരുന്നത്. CPM-ന് ഡൽഹിയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ വിചാരിക്കും പഞ്ചാബിൽ എന്തോ കാര്യമുണ്ട്, ഒരു കാര്യമില്ല. രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിൽ ഈ സാധനമില്ല. ഈ കർഷക സമരമെല്ലാം ഞങ്ങളാ ചെയ്തതെന്ന് പറയുന്നത്, കേരളത്തിൽ ഈ കർഷക സമരത്തിനെതിരായിട്ടൊരു സമരം നടത്തിയായിരുന്നല്ലോ, കർഷക ബില്ലിനെതിരായിട്ടൊരു സമരം. ആ സമരമൊക്കെ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കെ സുധാകരനും ഒക്കെ നേതൃത്വം കൊടുത്ത സമരത്തിന് ശേഷം നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ കോവൂർ കുഞ്ഞുമോനുണ്ട്, കോവൂർ കുഞ്ഞുമോൻ RSP ഒരു കഷ്ണം കോവൂർ കുഞ്ഞുമോന്റെ RSP കോവൂർ കുഞ്ഞുമോൻ. അപ്പൊ ഈ കോവൂർ കുഞ്ഞുമോൻ സമരം കഴിഞ്ഞിട്ട് പറയാം, ഈ സമരം മൊത്തം നടത്തിയത് ഞാനാണെന്ന് പറഞ്ഞാൽ എത്രമാത്രം അപഹാസ്യമാണോ അതുപോലെയാണ് കർഷക സമരം കഴിയുമ്പോ CPM ഞങ്ങളാണ് ഈ സമരം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിനകത്ത് ആരുടെയും ക്രെഡിറ്റ് വാങ്ങാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കർഷക സമരം നടത്തിയത് നമ്മളാണ്. അങ്ങനെ ഈ രാജ്യത്ത് എത്രയെത്ര സമരങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ധന നികുതി ഭീകരത. ഇന്ധന നികുതി ഭീകരത. ഓരോ ദിവസവും നമ്മൾ സാധാരണക്കാർ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെയും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെയും കൊള്ളയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുക. നമ്മൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 36 രൂപ പെട്രോളിന് 63 രൂപ, 36 പെട്രോളിന് 63 രൂപ നികുതിയായി കൊടുക്കണം. 1 രൂപ കമ്മീഷൻ, 63 രൂപ നികുതിയാണ്. അപ്പൊ ഇതിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു. എറണാകുളം ജില്ലയിൽ ഇത്തരത്തിലൊരു സമരം നടന്നു. ആ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് നേതൃത്വം കൊടുത്ത സമരം. ആ സമരം അവിടുത്തെ തിരക്കേറിയ ഒരു റോഡിൽ 2000-ഓളം വാഹനങ്ങൾ നിർത്തിയിട്ടുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു. നമ്മുടെ എല്ലാ ആളുകളെയും ബാധിക്കുന്ന സമരമാണ്. അപ്പൊ ആ സമരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 4 ദിവസം മുൻപ് പത്രത്തിലൂടെ അറിയിപ്പ് കൊടുത്തു, മാന്യ മഹാജനങ്ങളെ, ഞങ്ങൾ ഈ ദിവസം 11 മണി തൊട്ട് 11:20 വരെ എറണാകുളത്ത് നഗരവീതിയിൽ ഒരു സമരം നടത്തുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമാകണം. അതല്ല, നിങ്ങൾക്ക് ഈ സമരത്തിന്റെ ഭാഗമാകാതെ മറ്റു വഴികളിലേക്ക് പോകണമെങ്കിൽ ഈ വഴികളിൽ തിരിഞ്ഞു പോകൂ എന്ന് പറഞ്ഞ് റോഡ് മാപ്പ് കൊടുത്തിട്ട് നമ്മൾ സമരം ചെയ്യും. സമരം ചെയ്യണ്ടേ? സമരം ചെയ്യും. പ്രതികരണം എടുക്കാൻ വേണ്ടി, സാധാരണക്കാരന്റെ പ്രതികരണം എടുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ബ്ലോക്കിൽ കിടന്ന് കുറെ ആളുകൾ എടുത്തേക്ക് ചെന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഈ ബ്ലോക്കിൽ കിടക്കുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടുന്ന, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശുപത്രിയിൽ മരുന്ന് വാങ്ങേണ്ടുന്ന, ഞങ്ങളുടെ കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങേണ്ടുന്ന തുകയെടുത്ത ഞങ്ങൾ പെട്രോളും ഡീസലും അടിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാ. ഞങ്ങൾക്ക് അതുകൊണ്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് ഒരു സിനിമാ താരം കടന്നു വരിക. സിനിമാ താരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തയാളാണ്. അപ്പൊ ചോദിക്കും, സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായ കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. മമ്മൂട്ടി നല്ല ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, നമുക്കൊരു പരാതിയില്ലല്ലോ. മമ്മൂട്ടിയുടെ ഏതെങ്കിലും സിനിമയ്ക്കെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. നമ്മൾ ആദ്യം പോയി കാണുന്ന ആളുകളാണ്. ഇപ്പൊ സുരേഷ് ഗോപി BJP, നമുക്കൊരു പ്രശ്നമില്ല. മുകേഷ് CPM-ന്റെ MLA, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. അപ്പൊ ഏതെങ്കിലും സിനിമാ താരങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടാകുന്നത് നമ്മളതല്ല. പക്ഷെ നമ്മുടെ നാടിന്റെ അവർക്കില്ല. ഇപ്പോ ധർമ്മജൻ പോലാട്ടി ഈ പാർട്ടി എന്താ തകർന്നു പോകുന്നതെന്ന് മനസ്സിലായത്. ഈ രാജ്യത്തെങ്കിലും ഈ പാർട്ടി ഇല്ലാത്തതിന്റെ കാരണം ഇല്ല. വേറൊരു പാർട്ടിക്കാരൻ സമ്മേളനം നടത്തുമ്പോൾ 2 ബൈക്ക് കയറിയിട്ട് തൂക്കി വിളിച്ചോട്ട് പോവുക. നാട്ടിൽ
മാന്യന്മാരിറങ്ങി നടക്കുമ്പോൾ കുറുക്കൻ കുഹുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പണി ചെയ്യുന്നത് കൊണ്ട് ഈ പാർട്ടി ഈ അവസ്ഥയിലായി. നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഈ സിനിമാ താരം ഇയാളുടെ പ്രത്യേകത, ഇയാൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM വേണ്ടി ഇറങ്ങുന്നയാളാ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വേണ്ടി ഇറങ്ങുന്നയാളാ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. സാധാരണ മുഖ്യധാര സിനിമാ താരങ്ങളൊന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങത്തില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരെ CPM വേണ്ടി ഇറങ്ങുന്ന സിനിമാ താരമാണ്. അപ്പോഴും നമുക്ക് പരാതിയില്ല. അയാൾ ഇറങ്ങുമ്പോൾ നമ്മൾ വലിയ ഷോ കാണിച്ചു. അങ്ങനെ ഷോ കാണിക്കുമ്പോ അത് നമ്മൾ ഈ നാട്ടിലെ CPM-കാരൻ അതിനുശേഷം നമ്മളെ സമരത്തിന്റെ മര്യാദ പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോ നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ജോജുവിനോടും സഖാക്കളോടും പറയാനുള്ളൂ. കോൺഗ്രസ് ഈ നാട്ടിൽ സമരം ചെയ്യുന്നത് സാധാരണക്കാരന് വേണ്ടിയിട്ടാ. ആ സമരത്തിനിടയിൽ വന്ന അഭ്യാസം കാണിക്കാൻ നിന്നാൽ അത് ജോജു അല്ല, അമിതാഭ് ബച്ചന്റെ അച്ഛനായാലും കോൺഗ്രസിന്റെ നിലപാട് തന്നെയായിരിക്കും. ഒരു തത്വം വേണ്ടാന്നേ, ക്രിസ്റ്റൽ ക്ലിയറായ നിലപാടാണ് നമ്മളുടെ. സമരം കഴിഞ്ഞു, ജോജുവിന്റെ കാറിന്റെ ചില്ലെങ്ങനെയോ പൊട്ടി. അപ്പോ എനിക്ക് ഏറ്റവും വലിയ നാണക്കേട് തോന്നിയത് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കണ്ടപ്പോൾ. ജോജുവിന്റെ കാറിന്റെ ചില്ല് തകർന്നു. ആദ്യത്തെ പ്രതികരണം വന്നത് ശിവൻകുട്ടിയുടെ. സത്യം പറഞ്ഞ് എനിക്ക് നാണക്കേട് കൊണ്ട് അങ്ങ് മരിച്ചാൽ മതി എന്ന അവസ്ഥയായി. ശിവൻകുട്ടി പറയാ, ഇങ്ങനെ അടിച്ച് തകർത്തുകൊണ്ടുള്ള സമരമൊന്നും ശരിയല്ല കേട്ടോ. ആരാ പറയുന്നത്? ശിവൻകുട്ടി. ആരാ ശിവൻകുട്ടി? ശിവൻകുട്ടിയെ പറ്റി നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാ. ഇത്തവണ സ്കൂൾ തുറന്നപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പറയുന്നത്, കുട്ടികളായ ഞങ്ങൾ സ്കൂളിലേക്കും ശിവൻകുട്ടി മാമൻ ജയിലിലേക്ക് വന്നു. ശിവൻകുട്ടിയുടെ കേസ് എന്താ? നമ്മളോട് ജോജുവിന്റെ കാറിന്റെ ചില്ല് തകർന്ന സംഭവം ശരിയല്ല എന്ന് പറയുന്ന ശിവൻകുട്ടിയുടെ പ്രത്യേകത നിയമസഭ തല്ലി തകർത്തയാണ്. കേരള നിയമസഭ, പരിപാവനമായ കേരള നിയമസഭ തല്ലി തകർത്തയാളാണ് നമ്മളോട് പറയുന്നത് ജോജുവിന്റെ കാറിന്റെ ചില്ല് തകർത്തത് ശരിയായില്ല കേട്ടോ. നിങ്ങൾ ഈ ടാർസനെ പറ്റി കേട്ടിട്ടുണ്ടാവും, കുട്ടികൾ ഇവിടെ ഇരിക്കും. മൗഗ്ലിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഈ ടാർസന്റെ മൗഗ്ലിയുടെ ഒക്കെ പ്രത്യേകത, വള്ളി കൊണ്ട് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് വള്ളി തൂങ്ങിയാടി ചാടുന്ന ആളുകളാണ്. ശിവൻകുട്ടി വരും നമ്മൾ വ്യത്യാസം. ശിവൻകുട്ടിക്ക് വള്ളിയില്ലാതെ ചാടാൻ പറ്റും. ഒരു ഡെസ്കിൽ നിന്ന് അടുത്ത ഡെസ്കിലേക്ക് വള്ളിയില്ലാതെ പുള്ളി ചാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചാടിപ്പോയ ശിവൻകുട്ടി നമ്മളോട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ സമരം ചെയ്തത് ശരിയായില്ല. ശിവൻകുട്ടിയൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാന്ന് പറയുമ്പോൾ ടീച്ചർമാർക്ക് പെടാപ്പാട്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഡെസ്കോ ബെഞ്ചോ പോലും തല്ലി ഓടിച്ച ടീച്ചർമാര് പറയും രക്ഷകർത്താവിനെ വിളിച്ചോണ്ട് വരും. ഇപ്പൊ സ്കൂളില് ഡെസ്കും ബെഞ്ചും തല്ലി ഓടിച്ച ടീച്ചർമാര് പറയും രക്ഷകർത്താക്കളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ പിള്ളേര് പറയും ശിവൻകുട്ടിയാണ് ഞങ്ങളുടെ മന്ത്രി എന്ന് പറയും. പിന്നെ കോംപ്രമൈസ്. ഈ ശിവൻകുട്ടി കേരളത്തിലെ ഏതെങ്കിലും പിള്ളേർക്ക് മാതൃകയാണോ എന്ന് ചോദിച്ചാൽ ആകെ മാതൃകയുള്ളത് ഈ കുച്ചിപ്പുടി അറിയാലോ അല്ലേ? കുച്ചിപ്പുടിയുടെ പ്രത്യേകത യുവജനോത്സവത്തിനൊക്കെ ഉള്ള ഐറ്റം. ഈ പ്ലേറ്റിന്റെ മണ്ടയ്ക്ക് നിന്ന് ഡാൻസ് ചെയ്യുന്ന ഐറ്റം വലിയ ബാലൻസ്ഡാണ്. ആ ഡാൻസ് പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമാണ് ശിവൻകുട്ടി ഒരു മാതൃക. കാരണം ഡെസ്കിന്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ ബാലൻസോട് കൂടിയിട്ട് സ്പീക്കറുടെ ചേംബർ വരെ പോയിട്ട് തല്ലി തകർക്കാൻ പുള്ളിക്ക് മാത്രമേ പറ്റൂ. പിന്നെ പ്രതികരണവുമായി വന്നയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയൻ ഈ സമരത്തിനെതിരായിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു. പിണറായി വിജയൻ വേറെ വിഷയങ്ങളൊന്നും അറിയാറില്ല കേട്ടോ. മുല്ലപ്പെരിയാർ ഡാം തകരാൻ പോകുന്നു, അവിടുത്തെ ആളുകൾ ആശങ്ക രേഖപ്പെടുത്തി. പിണറായി പറഞ്ഞു എനക്കറിയില്ല. മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്ത് നിന്ന് മരം മുറിച്ചുകൊണ്ട് പോയി, എനക്കറിയില്ല. കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുക, എനക്കറിയില്ല. എന്ന് ചോദിച്ചാലും എനക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനക്കറിയാം. എന്തറിയാവോ? ജോജുവിന്റെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഫാഷിസ്റ്റ് കടന്നുകയറ്റം. പിണറായി വിജയൻ പറഞ്ഞതാണ് നമ്മുടെ സമരത്തെ പറ്റി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഫാഷിസ്റ്റ് കടന്നുകയറ്റം പറയുന്നതാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്, നിങ്ങൾ കോഴിക്കോടുകാരാണല്ലോ, നിപ്പ വൈറസിനെ പറ്റി ഞാൻ പറയാറില്ല. നിപ്പ വൈറസിനെ പറ്റി വൗവാല ബോധവൽക്കരണം നടത്തുന്നത് പോലെയാണ് പിണറായി വിജയൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് എന്നുള്ളതാണ് ചരിത്ര വസ്തുത. വെറുതെ പറയുന്നതല്ല. പിണറായി വിജയൻ ഇപ്പൊ സിനിമയുടെയൊക്കെ സംരക്ഷകനായിട്ട് വരുമ്പോ ഒരു കാര്യം ആദ്യമേ പറയാം, നമ്മൾ ഒരൊറ്റ സിനിമയ്ക്കെതിരല്ല, ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് നമ്മളെതിരല്ല, ഒരു സിനിമക്കാരനും നമ്മളെതിരല്ല. പക്ഷെ ഇത് പറയുന്ന പിണറായി വിജയന്റെ പാരമ്പര്യം എന്താ? നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടാകും. ചെറുപ്പക്കാർ മുരളി ഗോപി തിരക്കഥ എഴുതി അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ്. അനീഷേട്ടൻ കണ്ടു കാണും. മനോഹരമായ സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് ഹരീഷ് പേരടി ഒരു ഇടതുപക്ഷ നടനാണ്. ഹരീഷ് പേരടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, കൈതേരി സഹദേവൻ.
കൈതേരി സഹദേവനെതിരത്തെ വിഖ്യാതമായ ഡയലോഗ്, ബൂർഷ്വേനെ തോൽപ്പിക്കാൻ ബൂർഷ്വേന്റെ അപ്പനാകണം. എല്ലാ പാവങ്ങളെയും സഹദേവൻ പാവമായി കണ്ടിട്ടില്ല. പാർട്ടിക്കൊപ്പം നിൽക്കുന്ന പാവങ്ങൾ മാത്രമാണ് സഹദേവന്റെ മുന്നിലെ പാവം എന്നൊക്കെ പറയുന്ന ഡയലോഗുള്ള സിനിമയാണ്. ഈ കൈതേരി സഹദേവൻ പിണറായി വിജയന്റെ ഡിക്റ്റോ കഥാപാത്രമാണെന്നും പറഞ്ഞിട്ട് ആ സിനിമ കേരളത്തിൽ തിയേറ്ററുകളിലൂടെ അനുവദിക്കാതിരുന്ന പാർട്ടിയുടെ പേര് CPM. ഈട എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, സുന്ദരമായ ഒരു സിനിമയാണ്. കണ്ണൂർ ജില്ലയിലെ BJPയുടെയും CPMന്റെയും അക്രമ രാഷ്ട്രീയത്തെ പറ്റി പറയുന്ന സിനിമയാണ്. ആ സിനിമ കേരളത്തിൽ ഒരു തിയേറ്ററിലും കൂടിയില്ല, കാരണം CPMന്റെ ഉപരോധം ഉണ്ടായിരുന്നു. TP51 എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. TP51 എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത, പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിജയ നിങ്ങളുടെ മുഖം വികൃതമായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ഈ ജില്ലയിൽ ഉഞ്ചയം എന്ന് പറയുന്ന പ്രദേശത്ത് പിണറായി വിജയന്റെ കൊട്ടേഷൻ വാങ്ങി 51 വെട്ടുകൊണ്ട് മരിച്ചു വീണ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കഥ പറയുന്ന സിനിമയാണ് TP51. ആ സിനിമ പെട്ടിക്ക് പുറത്തേക്ക് വന്നില്ല, CPMന്റെ ഉപരോധം കാരണം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സിനിമകളെ ഉപരോധിച്ച് തോപ്പിച്ച പിണറായി വിജയനാണ് യൂത്ത് കോൺഗ്രസിനെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പഠിപ്പിക്കുന്നത്. പിണറായി വിജയനോട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട വിജയ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ക്ലാസ് അടുക്കളയിൽ മതി, പുറത്തേക്ക് എടുക്കണ്ട എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അടുക്കളയിൽ മതി എന്ന് ചുമ്മാ ഓളത്തിന് ഞാൻ പറഞ്ഞതല്ല. അടുക്കളയിൽ ഒരാളുണ്ടല്ലോ, മരുമോൻ മുഹമ്മദ് റിയാസ്. എന്താ പറഞ്ഞെന്ന് വെച്ചാല്, മരുമോന്റെ പേരിൽ ഒരു കേസുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം. നിങ്ങൾ കോഴിക്കോടുകാരോട് പ്രത്യേകിച്ച് പറയേണ്ടെന്ന് കാര്യമില്ല. ക്രൈം നന്ദകുമാർ, ഈ ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന്റെ മാസികയായ ക്രൈം മാഗസിനിൽ പിണറായി വിജയന്റെ SLC ലാവലിനെ പറ്റി സവിസ്തരമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോ റിയാസ് ചെയ്തത് നേരെ ക്രൈം ഓഫീസിലേക്ക് ചെന്ന് ആഫീസ് തല്ലി തകർത്ത്, ആഫീസ് കത്തിച്ച്, ക്രൈം മാഗസീനും കത്തിച്ച്, പോരാത്തതിന് ക്രൈം നന്ദകുമാറിന്റെ കൈയും തല്ലി ഓടിച്ചു. ആ കേസിലെ പ്രതിയാണ് മുഹമ്മദ് റിയാസ്. അന്ന് മരുമോനായിട്ടില്ല. പിണറായി വിജയന്റെ ഇഷ്ടക്കാരന്റെ പ്രൊബേഷൻ പീരീഡ് നിൽക്കുമ്പോൾ പുള്ളി ചെയ്ത പണിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാരമ്പര്യമുള്ള ആളുകളാണ് നമ്മളോട് വന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, പിണറായി വിജയൻ ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കുന്നത് അടുക്കളയിൽ മതി, അരങ്ങത്തേക്ക് വേണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയും. ഈ രാജ്യത്ത് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായി, കർഷക സമരം ഉണ്ടായി. നമ്മൾ എവിടെയെന്ന് ചോദിച്ച ആളുകളോട് നമ്മൾ തിരിച്ചു ചോദിക്കുന്നു, പിണറായി വിജയൻ ഇവിടെ. കർഷകർ കൊല്ലപ്പെട്ടപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച പ്രതിഷേധം, മമതാ ബാനർജി, മായാവതി, മുലായം സിംഗ് യാദവ്, അഖിലേഷ് യാദവ്, ജയിലിൽ കിടക്കുന്ന ലല്ലു പ്രസാദ് യാദവ് വരെ പ്രതികരിച്ചു. പിണറായി വിജയൻ മിണ്ടിയില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയൻ അതേ ദിവസം പറഞ്ഞത് കുളമ്പ് രോഗത്തിന് കുത്തിവെപ്പ് എടുക്കണമെന്ന്. രാജ്യത്തെ കർഷകർ കൊല്ലപ്പെടുമ്പോ പിണറായി വിജയൻ പറയുന്നത് കുളമ്പ് രോഗത്തിന് കുത്തിവെപ്പ് 2ാം ഘട്ടം എടുക്കണമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ രാജ്യത്ത് ഒരു വലിയ പോരാട്ടത്തിലാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും വർഗീയത ആഴത്തിൽ പടർന്നു പിടിച്ചിരിക്കുക. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന കുറിപ്പ് കങ്കണ റണാവത്തിനെ പറ്റി പറയണം. മനീഷൊക്കെ എഴുതുന്ന കങ്കണ റണാവത്തിനെ പറ്റി ഒന്നും നമ്മൾ പറയേണ്ടുന്ന കാര്യമില്ല, കാരണം ഇവർക്ക് എപ്പോഴും ഇതൊരു വീക്ക്നെസ് ആണ്. സംഘപരിവാർ ഇപ്പൊ കങ്കണ റണാവത്തിന്റെ പിന്നാലെയാണല്ലോ. പണ്ട് ബ്രിട്ടീഷ് കങ്കാണിമാരുടെ പിന്നാലെയായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ട് കങ്കാണിമാരുടെ പിന്നാലെ, ഇപ്പൊ കങ്കണ റണാവത്തുമാരുടെ പിന്നാലെ. 2014 ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് മൂപ്പത്തിയാര് പറഞ്ഞത്. സംഭവം ശരിയായിരിക്കും. മൂപ്പത്തിയാർക്ക് 2014 ശേഷമായിരിക്കും സ്വാതന്ത്ര്യം കിട്ടിയത്. കാരണം ചില അടിമകൾക്ക് മുതലാളിയുള്ള കാലമാണ് സ്വാതന്ത്ര്യ കാലമായിട്ട് തോന്നുക. അവരിപ്പോ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവര് പറയുന്നത്, കോൺഗ്രസുകാർ ഗാന്ധി മാപ്പിലെന്നിട്ട് വാങ്ങിയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഭിക്ഷ ചോദിച്ചു വാങ്ങിയതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഇപ്പൊ വാര്യംകുന്നതൊക്കെ ചർച്ചയാകുന്ന കാലഘട്ടമാണ്. കങ്കണയ്ക്കൊന്നും അറിയാൻ വഴിയില്ല. കങ്കണയൊന്നും നമ്മൾ വലുതായിട്ട് പറയേണ്ട കാര്യമില്ല. കങ്കണയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം അവർ നമ്മൾ വിചാരിക്കും 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാണ്. നല്ല അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോകുന്നത്. അതിപ്പോ ചില നമ്മുടെ ചില സിനിമാ താരങ്ങളോട് ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാൻ ചോദിച്ച പേര് പറയത്തില്ല, അറിയത്തില്ല. അപ്പൊ അറിവില്ലായ്മ. അപ്പൊ അതുകൊണ്ട് 2014 അവർ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്. വാര്യംകുന്നതിനൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമായി.
ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വാര്യംകുന്നൻ എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടം. ആരാ വാര്യംകുന്നൻ? ഗാന്ധിയുടെ സമരത്തിന്റെ ഭാഗമായ മനുഷ്യനാണ് വാര്യംകുന്നൻ. ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരെതിരായിട്ട് പോരാട്ടം നടത്തിയ മനുഷ്യനാണ് വാര്യംകുന്നൻ. ബ്രിട്ടീഷുകാരൻ വെടിയുതിർക്കുവാൻ കുന്നിന്റെ മുകളിൽ കൈകെട്ടി കൊണ്ടുപോയപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കൺകെട്ടിയാണ് ആളുകളെ കൊല്ലുന്നതെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് വയ്ക്കാൻ ഒരു ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, എന്റെ കണ്ണ് കെട്ടാതെ എന്നെ കൊല്ലണം എന്ന് പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യനാണ് വാര്യംകുന്നൻ. അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ പട്ടികയിൽ നിന്ന് വെട്ടുകയാണ്. അങ്ങനെ വെട്ടുന്ന കാലത്ത് സംഘപരിവാറുകാരോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോ വെട്ടിമാറ്റാനെങ്കിലും വാര്യംകുന്നന്റെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നു. നാളെ ഒരു കാലത്ത് ഞങ്ങളുടെ ഒരു സർക്കാർ വരുമ്പോ വെട്ടിമാറ്റാൻ പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിങ്ങളില്ല എന്നുള്ളതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചരിത്രം തിരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പോ യൂത്ത് ലീഗിന്റെ വേദിയിൽ പറഞ്ഞു, ICHR തിരുത്തൽ നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ വെബ്സൈറ്റ് തിരുത്തുന്നത് ഹാക്കർമാരാണ്. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ ഹാക്കർമാരുടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. കഴിഞ്ഞ ദിവസമാണ് ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, മൗലാന അബുൽ കലാം ആസാദ് സവർക്കർ വെച്ച് നോക്കുമ്പോ മൗലാന അബുൽ കലാം ആസാദ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ല. ഒരു കേന്ദ്രമന്ത്രി പറയുന്നത്. ആരാ മൗലാന, ആരാ സവർക്കർ? മൗലാന അബുൽ കലാം ആസാദും സവർക്കറും തമ്മിൽ ഒരു ചെറിയ താരതമ്യമാണ്, ഒരു ചെറിയ സാമ്യമാണ്. അവരെ താരതമ്യപ്പെടുത്തുന്നത് വലിയ ചരിത്രം നിന്റെയാണ് എന്ന് എനിക്കറിയാം, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രണ്ടുപേരും ബ്രിട്ടീഷുകാരുടെ ജയിലിൽ പോയ ആളുകളാണ്. രണ്ടുപേരോടും ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾ മാപ്പെഴുതി തരിക. മാപ്പെഴുതി തരാൻ പറഞ്ഞു. സവർക്കർ എന്താ ചെയ്തെന്ന് അറിയാമോ? അരനിമിഷം വൈകാതെ 1-7 മാപ്പെഴുതി കൊടുത്തു. അതും വെറുതെ എഴുതുകയല്ല. പരമകാരുണ്യവാനായ ബ്രിട്ടീഷ് ഭരണാധികാരിയായ തമ്പുരാനെ, വിനീത വിധേയനായ മുടിയനായി പുത്രൻ നാളിതുവരെ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് അങ്ങ് മാപ്പാക്കണമേ. ഇനിയൊരു നാളിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി ഞാൻ അങ്ങേക്കെതിരെ പ്രവർത്തിക്കുകയില്ല. ഇനിയുള്ള കാലമത്രയും ഞാൻ ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിനീത വിധേയദാസനായി കഴിഞ്ഞുകൊള്ളാം. എഴുതിയതാരാ? സവർക്കർ. മൗലാന അബുൽ കലാം ആസാദിനോടും പറഞ്ഞു മാപ്പെഴുതി തരാൻ. മൗലാന അബുൽ കലാം ആസാദ് 30 പേജുള്ള മറുപടി കൊടുത്തു. ആ മറുപടി എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ സോക്രട്ടീസിനും ഗലീലിയോയ്ക്കും യേശുക്രിസ്തുവിന് നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം മൗലാന അബുൽ കലാം ആസാദ് എന്ന എനിക്ക് വേണ്ട. തീർന്നില്ല. ഞാനൊരു ഈശ്വര മതവിശ്വാസിയാണ്. ഞാൻ അള്ളാഹുവിന്റെ വഴിയിൽ വിശ്വസിക്കുന്നവനാണ്. ഇനി ഒരു നാൾ പരമകാരുണ്യവാനായ അള്ളാഹു ഖുതുബ്ദീൻ ഐബക്ക് സ്ഥാപിച്ച ഖുതുബ് മിനാരത്തിന്റെ മുകളിൽ മാലാഖയെ പറഞ്ഞയച്ച് എന്നോട് പറയുകയാണ്, അല്ലയോ മൗലാന, ദൈവവിശ്വാസിയായ നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം, അല്ലെങ്കിൽ നിന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരാം. അപ്പോൾ അരനിമിഷം ആലോചനയില്ലാതെ, കടുകുമണിയുടെ ചാഞ്ചാട്ടമില്ലാതെ ഞാൻ പറയും, പരമകാരുണ്യവാനായ തമ്പുരാനെ, അങ്ങയുടെ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അങ്ങയുടെ സ്വർഗം പ്രധാനമാണ്. പക്ഷേ അങ്ങയുടെ സ്വർഗത്തേക്കാൾ പ്രധാനം ജനിച്ചു വീണ ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം മതി. മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞത്. മറ്റേത് സവർക്കർ പറഞ്ഞു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ബ്രിട്ടീഷുകാരനെതിരായിട്ട് നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ BJP-ക്കാർ ഇപ്പൊ തിരികെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ആക്രമിച്ചത് 2 പേരാ. ഒന്ന് ബ്രിട്ടീഷുകാരും പിന്നെ സംഘപരിവാറുകാരും. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചതും ബ്രിട്ടീഷുകാരും സംഘപരിവാറുകാരും തന്നെയാണ്. സംഘപരിവാറുകാർ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലേക്ക് തിരികെ കയറുവാൻ വേണ്ടി ശ്രമിക്കുമ്പോ പ്രിയപ്പെട്ട സംഘപരിവാറുകാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ത്യ എന്ന ഈ വിശാലമായ രാജ്യത്ത് നടന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാട്ടമുണ്ട് കോൺഗ്രസിന്. അതിന്റെ എല്ലാം ചരിത്രം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ സംഘപരിവാർ നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കാൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതാണ് വ്യത്യാസം. ആഴത്തിൽ വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുക.
നമ്മൾ ചെറുപ്പക്കാരെ ക്രിക്കറ്റ് മത്സരം കാണുമ്പോൾ ക്രിക്കറ്റിനകത്ത് നമ്മൾ വർഗീയത കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ലോകകപ്പ് 2020 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡിനെതിരായിട്ട് ഒരു മത്സരം കളിച്ചു. ഇന്ത്യയുടെ പ്രകടനം ഈ ലോകകപ്പിൽ അതിദയനീയമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ദയനീയമായ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് നമ്മൾ പരാജയപ്പെട്ടു. മത്സരശേഷം ഏറ്റവും കുറച്ച് റൺസ് എടുത്ത ബാറ്റ്സ്മാൻ വിമർശിക്കപ്പെട്ടില്ല, ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ ബോളർ വിമർശിക്കപ്പെട്ടില്ല, ക്യാച്ച് കളഞ്ഞ ഫീൽഡർമാർ വിമർശിക്കപ്പെട്ടില്ല, ആരും വിമർശിക്കപ്പെട്ടില്ല. ന്യൂസിലൻഡിനോട് തോറ്റതിന് ശേഷം തൊട്ട് തലേ ദിവസം പാകിസ്ഥാനുമായിട്ടൊരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിലും ഇന്ത്യ തോറ്റു. പക്ഷേ മത്സരശേഷം ഒരൊറ്റ കളിക്കാരൻ മാത്രം വിമർശിക്കപ്പെടുകയാണ്. ആ വിമർശിക്കപ്പെടുന്ന കളിക്കാരന്റെ പേര് മുഹമ്മദ് ഷമി എന്ന്. എന്തുകൊണ്ടാണ് കളിക്കാരൻ വിമർശിക്കപ്പെടുന്നത്? അവന്റെ കളി മോശമായതുകൊണ്ടല്ല, അവൻ കാരണം ടീം തോറ്റതുകൊണ്ടല്ല. മുഹമ്മദ് ഷമി എന്ന് പറയുന്ന കളിക്കാരൻ വിമർശിക്കപ്പെട്ടത് അവന്റെ പേര് ഇസ്ലാമിക നാമമായതുകൊണ്ട്, അവനൊരു ഇസ്ലാമായതുകൊണ്ട്. ആരാ മുഹമ്മദ് ഷമി? ഇപ്പോ ഈ രാജ്യത്തെ MLA-മാരും മന്ത്രിമാരും അടക്കമുള്ള MP-മാരടക്കമുള്ള BJP നേതാക്കന്മാർ വളഞ്ഞിട്ട് വേട്ടയാടുന്ന ഈ മുഹമ്മദ് ഷമി 2019 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഹാട്രിക് നേടിയ കളിക്കാരനാണ്. ആർക്കറിയാം ഹാട്രിക് നേടിയത്? അഫ്ഗാനിസ്ഥാനെതിരെ. പാകിസ്ഥാനേക്കാൾ വലിയ ഇസ്ലാമിക രാജ്യം അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനെതിരെ മുഹമ്മദ് ഷമി ഹാട്രിക് നേടുമ്പോ ഔട്ടാകുന്ന ബാറ്റ്സ്മാന്റെ മതം ഷമി നോക്കാൻ പോയില്ല. ബാറ്റ്സ്മാനെ ഔട്ടാക്കി ടീമിനെ ജയിപ്പിക്കാൻ മാത്രമേ നോക്കിയുള്ളൂ. ഇന്ത്യ ന്യൂസിലൻഡിനോട് തോൽക്കുമ്പോ ക്രിക്കറ്റ് ഒരു കളിയും, ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കുമ്പോ ക്രിക്കറ്റ് ഒരു മതവുമാകുന്ന അപകടകരമായ സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. മുഹമ്മദ് ഷമി എന്ന ഈ രാജ്യത്തിന്റെ അഭിമാനമായ കളിക്കാരൻ, ഈ രാജ്യത്തിന് വേണ്ടി ലോകകപ്പിലടക്കം ഹാട്രിക് നേടിയ കളിക്കാരൻ, ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് തികച്ച കളിക്കാരൻ ആക്രമിക്കപ്പെടുകയാണ് മതത്തിന്റെ പേരിൽ. ആ സമയത്ത് പ്രിയപ്പെട്ട മുഹമ്മദ് ഷമി, ഈ രാജ്യം നിനക്ക് നേരെ തുപ്പിയ വർഗീയ വിഷത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഈ രാജ്യം നിനക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നായതുകൊണ്ടാണ് നമ്മൾ ഈ പോരാട്ടം നയിച്ചു മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ പോരാട്ടം എന്തുകൊണ്ടാണ് നയിക്കുന്നത്? നമ്മൾ എല്ലാത്തരം പോരാട്ടവും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഈ രാജ്യത്തെ ഗാന്ധി വേട്ടയാടപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു BJP-യുടെ കേന്ദ്രമന്ത്രി പറഞ്ഞത്, ഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഗാന്ധി ഒരു സംഘപരിവാറുകാരനായി മാറുമായിരുന്നു. ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധി ഒരു സംഘപരിവാറുകാരനായി മാറുമായിരുന്നു. അതിന്റെ മറുപടി ഗാന്ധിയുടെ മരണത്തിൽ തന്നെയുണ്ട്. ഗാന്ധി ആരാ കൊല്ലുന്നത്? തികഞ്ഞ ഹൈന്ദവ വർഗീയവാദിയായ ഹിന്ദു മഹാസഭയുടെ നേതാവായ RSS നേതാവായ നാഥൂറാം വിനായക ഗോഡ്സെ ഈ രാജ്യത്തെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ ഇസ്ലാമിക മതവിശ്വാസിയായ മൗലാന അബുൽ കലാം ആസാദിനെ കൊന്നില്ല. ഹൈന്ദവ മതത്തിനകത്തെ ജാതി അനാചാരങ്ങൾക്കെതിരെ സംസാരിച്ച BR അംബേദ്കറിനെ കൊന്നില്ല. തികഞ്ഞ നിരീശ്വരവാദിയായ നാസ്തികനായ നെഹ്റുവിനെ കൊന്നില്ല. ഹൈന്ദവ വർഗീയവാദിയായ ഗോഡ്സെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ ഹിന്ദു മതവിശ്വാസിയായ രാമന്റെ ഭക്തനായ നിരന്തരം രാമനാമം ചൊല്ലുന്ന എപ്പോഴും പ്രാർത്ഥനാ നിരതനായി നടക്കുന്ന ഗാന്ധിയാണ് കൊല്ലുന്നത്. കാരണം എന്താ? ഒരു വർഗീയവാദിയുടെ ഒന്നാമത്തെ ശത്രു ആ മതത്തിലെ യഥാർത്ഥ വിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഗോഡ്സെ ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. അപ്പോ അങ്ങനെ വർഗീയവാദികൾ കൊന്നൊടുക്കിയ ഗാന്ധിയെ സംഘപരിവാറാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പോരാട്ടത്തിലാണ്. നമ്മൾ തീർന്നില്ല. നമ്മൾ എത്ര പോരാട്ടമാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ അതിരമ്പുഴയിൽ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു. CPM-ന്റെ നേതാക്കന്മാർ, മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ഒരു പോരാട്ടം നടത്തി. എന്താ? ജയ് ഭീം സിനിമ ഞങ്ങളുടേതാണ്. എന്താ തർക്കം? ജയ് ഭീം എന്ന് പറയുന്ന സൂര്യയുടെ ഒരു സിനിമ ഇറങ്ങി. അതിനകത്ത് കാണിക്കുന്ന ചന്ദ്രു എന്ന് പറയുന്ന അഭിഭാഷകൻ ആ സിനിമയ്ക്കകത്ത് CPM-കാരനാണ്. അതുകൊണ്ട് ജയ് ഭീം CPM-ആണ്. വലിയ തർക്കമാണ്. നമുക്കാർക്കും തർക്കമില്ലെന്നേ. പക്ഷേ ജയ് ഭീമിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അതിരമ്പുഴയിലെ ദീപാ പി മോഹനെ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിരമ്പുഴയിൽ ഒരു പെൺകുട്ടി, ഒരു ദളിത് ഗവേഷക, അവൾ ദളിതയായി ജനിച്ചതിന്റെ പേരിൽ ഗവേഷണം പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ ഒരു ഇടതുപക്ഷ അധ്യാപകന്റെ പീഡനം ഏറ്റുവാങ്ങി അതിരമ്പുഴയിൽ മഹാത്മാഗാന്ധിയുടെ പേരുള്ള സർവകലാശാലയുടെ കവാടത്തിന് മുന്നിൽ സമരമിരുന്നു. ആ സമരപ്പന്തലിന് മുന്നിലുണ്ടായിരുന്ന ചിത്രം രോഹിത് വേമുലയുടേതാണ്. ഹൈദരാബാദ് സർവകലാശാലയിൽ
എന്റെ ജാതിയാണ് എന്റെ ബാധ്യത, അതാണ് എന്റെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാഹൂതി ചെയ്ത് രോഹിത് വേമുലയുടെ ചിത്രം വെച്ചുകൊണ്ട് ദീപ പി മോഹൻ എന്ന് പറയുന്ന പെൺകുട്ടി സമരത്തിലാണ്. ആ സമരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ജയ് ഭീമിന് വേണ്ടി വാദിക്കുന്ന ഒരൊറ്റ CPM-കാരനുമില്ല പ്രിയമുള്ളവരെ. ദീപ പി മോഹന്റെ അയ്യങ്കാളിയുടെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് പഞ്ചമിയുടെ പോരാട്ട വീരത്തോടുകൂടി രോഹിത് വേമുല പറയാതെ പോയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീപ പി മോഹൻ എന്ന് പറയുന്ന ഗവേഷക നടത്തിയ പോരാട്ടത്തിന് ഐക്യദാർഢ്യവുമായി കടന്നു ചെന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ അഭിമാനം. അങ്ങനെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം, കോഴിക്കോട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഭക്ഷണത്തിന്റെ ബിരിയാണി, സാധാരണ ബിരിയാണിക്കകത്ത് മുട്ടയുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ഇത്ര നേരം കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഒരാൾ വന്നേക്കാം ബിരിയാണിക്കകത്ത് തുപ്പലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ഇതുകൊണ്ടാണ് തോറ്റുപോയത്. രണ്ടിടത്ത് മത്സരിച്ചിട്ടും തോറ്റുപോയത് ഇതുകൊണ്ടാണെന്ന് പുള്ളിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പരാജയം. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നമ്മൾ ചില സമരങ്ങൾ പരാജയപ്പെടുമ്പോൾ, നമ്മൾ തിരഞ്ഞെടുപ്പിൽ നോക്കുമ്പോ CPM-കാരൻ നമ്മളോട് നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ വിമർശിക്കരുത്, നിങ്ങൾ തിരുത്തരുത്, നിങ്ങൾ മറുപടി പറയരുത്, കാരണം നിങ്ങൾ തോറ്റുപോയവരാണ് കോൺഗ്രസ്. അങ്ങനെ പറയുന്ന CPM-കാരനോട്, ഈ രാജ്യത്തെ സംഘപരിവാരക്കാരനോട് വളരെ വിനയത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ തോറ്റു പോകുമ്പോ കോൺഗ്രസ്സുകാരൻ രാഷ്ട്രീയം പറയുന്നത് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്തിന് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടത്തില്ലായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാ. അങ്ങനെ തോറ്റു പിന്നെയും രാഷ്ട്രീയം പറഞ്ഞാണ് നമ്മൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. നിയമലംഘന പ്രസ്ഥാനവും നിസ്സഹകരണ സമരവും തോറ്റ സമരങ്ങളാണ്. കോഴിക്കോട്ട് പ്രസ്ഥാനവും സ്വരാജ് പ്രസ്ഥാനവും തോറ്റ സമരങ്ങളാണ്. ഉപ്പ് സത്യാഗ്രഹം തോറ്റ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം തോറ്റ സമരമാണ്. അങ്ങനെ തോറ്റിട്ടും പിന്നെയും ആളെ കൂട്ടി സമരം ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് നിങ്ങളെല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും CPM-കാരൻ നാലും കൂടി അങ്ങാടികളിൽ, ചായക്കടകളിൽ, ചാനൽ ചർച്ചകളിൽ, നിയമസഭയിൽ, പാർലമെന്റിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ 41 പേരേ ഉള്ളൂ, ഞങ്ങൾ 99. ഞങ്ങൾ 99 ഉണ്ട്, നിങ്ങൾ 41 ഉള്ളൂ. എന്റെ MLA-മാരുടെ എണ്ണോ പറയും. അങ്ങനെ പറയുന്ന ഈ നാട്ടിലെ സഖാക്കന്മാരോട് വിനയത്തോടു കൂടി പറയട്ടെ, ഞങ്ങൾ ആകെ 41 പേരേ ഉള്ളെങ്കിലും ഞങ്ങൾക്ക് അഭിമാനത്തോടെ, ആർജവത്തോടെ, നെഞ്ചുയർത്തിപ്പിടിച്ച്, ശിരസ്സുയർത്തിപ്പിടിച്ച്, തലയുയർത്തി, നട്ടൽ നിവർത്തി പറയാൻ കഴിയും: ആ ജയിച്ചു പോയ 41 ഒരൊറ്റ എണ്ണം പോലും ഈ നാട്ടിലെ ഏതെങ്കിലും സംഘപരിവാരക്കാരനെയോ SDPI-കാരനെയോ വോട്ട് വാങ്ങി അല്ല ജയിച്ചത് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. 99 പേര് ജയിച്ച നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത് തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അത് തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കുന്നമംഗലത്തു നിന്ന് തോറ്റ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പറയാൻ കഴിയും: തോറ്റുപോകുമ്പോഴും ഒരൊറ്റ വർഗീയവാദിയുടെ വോട്ട് പോലും എന്റെ പെട്ടിയിൽ വീണിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം, ആത്മവിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഒരു 100 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും, ഇനി പാലി സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ പരാജയപ്പെട്ടാലും, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വർഗീയതയോട്, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഘടനവാദത്തോട് സമരസം ചെയ്തിട്ട് കോൺഗ്രസിനെ ജയിക്കേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള മതേതരത്വ പോരാട്ടമാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര മനോഹരമായ രീതിയിൽ, പ്രതികൂലമായ ഈ കാലാവസ്ഥയിൽ കേരളത്തിലെമ്പാടും യൂത്ത് കോൺഗ്രസിന്റെ യുണൈറ്റഡ് ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് പദയാത്ര തുടങ്ങുമ്പോ 3000 പേരായിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ 6000 പേരായിരുന്നു, തൃശ്ശൂരിൽ 5000 പേരായിരുന്നു, എറണാകുളത്ത് 5000 പേരായിരുന്നു, 3 അസംബ്ലികൾ മാത്രമുള്ള വയനാട്ടിൽ 2000 പേരായിരുന്നു. ചെറുപ്പക്കാരിങ്ങനെ കോൺഗ്രസ് മുക്തമായി എന്ന് പറയുന്ന കേരളത്തിൽ, കോൺഗ്രസ് മുക്തമായി എന്ന് പറയുന്ന ഇന്ത്യയിൽ ഈ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ പുതിയ പുലരിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ യുണൈറ്റഡിന്റെ സമരവേദികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു പോരാട്ടമാണ് എന്ന് കുന്നമംഗലത്ത് പ്രിയപ്പെട്ട ശ്രീ രാഹുലിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ത്യ യുണൈറ്റഡ് എന്ന് പറയുന്ന പദയാത്ര ചരിത്രമേറെയുള്ള, പൈതൃകമേറെയുള്ള,
മഹാത്മാഗാന്ധി പ്രസംഗിക്കാൻ വന്നപ്പോൾ മൈക്ക് നിഷേധിച്ച പ്രസംഗിക്കാനുള്ള അവകാശം നിഷേധിച്ച കോഴിക്കോടിന്റെ മണ്ണിൽ, അതേ മണ്ണിൽ ഗാന്ധി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പോരാട്ടം, ഗാന്ധി ജീവൻ കൊടുത്ത് നേടിയെടുത്ത ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ യുണൈറ്റഡ് എന്ന ഈ ഐതിഹാസികമായ ചരിത്രമായി മാറിയിരിക്കുന്ന ഈ പദയാത്രയിൽ പങ്കാളികളായ ഇതിന്റെ മുഴുവൻ സമരഭടന്മാരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമരാഭിവാദികളും ഹൃദയാഭിവാദികളും സമര ഐക്യപ്പെടലുകളും അർപ്പിച്ചുകൊണ്ട് ഈ സമരജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.